we can start. Arun, let's see. കയറാൻ പറ്റാത്ത ആളുകൾ നമ്മളെ കോഴ്സിലുള്ള ആളുകൾക്ക് കയറാൻ പറ്റിയില്ല എല്ലാവർക്കും. ശ്രീലാഷ് കയറിയല്ലോ അല്ലേ? ഓക്കെ, യെസ്. ഇന്നത്തെ ടോപ്പിക് എന്താ? പാനിക് റിപ്പോർട്ട് അല്ലേ? യെസ്. പാനിക് റിപ്പോർട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടോ? കേട്ടിട്ടുണ്ട്. പാനിക് റിപ്പോർട്ട് വെച്ചിട്ട് കംപ്ലൈൻസ് ഫിക്സ് ചെയ്യുന്ന ആളുകളുണ്ടോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യലുണ്ട്. ഓക്കെ മറ്റേ അനലൈസിംഗ് ഡാറ്റ മറ്റേ ആപ്പ് വെച്ചിട്ട് അതില്. ഓക്കെ, വേറെ ആരാ? സമ്മതമല്ലാതെ വേറെ ആരാ ചെയ്യുന്നത്? വേറെ ആരും ചെയ്യുന്നില്ല. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ചെയ്യുന്നില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പാനിക് റിപ്പോർട്ട് എന്നൊക്കെ. അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ട്, അങ്ങനെ എന്തോ ഒരു റിപ്പയറിംഗ് ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പം എന്താ പറയുക, ഐഫോണിൽ നമ്മളെ ഡിവൈസ് റീസ്റ്റാർട്ട് ആവുകയാണെങ്കിൽ, അതായത് യൂസർ ആ ഒരു ഡിവൈസ് ടേൺ ഓഫ് ചെയ്യാതെ ഫോൺ സ്വയം റീസ്റ്റാർട്ടായി ബൂട്ട് ചെയ്ത് വരുന്നത്, അതായത് റീബൂട്ട് ആവുന്ന അവസ്ഥ, ഇതിനാണ് നമ്മൾ എന്ത് പറയാം? ഡിവൈസ് പാനിക് ആവുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാനിക് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നമ്മൾ എടുത്ത് നോക്കുന്നത് എന്ത് സിറ്റുവേഷനിലാണ്? ഇത്തരത്തിൽ ഫോൺ റീസ്റ്റാർട്ട് ആവുന്ന അവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ ഡിവൈസ് നമ്മൾ യൂസർ ഓഫ് ചെയ്ത് ഓണാക്കാതെ, അല്ലെങ്കിൽ യൂസർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ സ്വയം ഫോൺ റീസ്റ്റാർട്ടായി വരുന്ന ഒരവസ്ഥക്കാണ് നമ്മൾ പാനിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സംതിങ് ഹാപ്പൻഡ് അല്ലേ? ഫോണിന് പറ്റാത്ത എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തായത്, ഫോണൊന്ന് റീസ്റ്റാർട്ടായി വന്നത് അല്ലേ? അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പം അത് ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ? ഇപ്പോൾ പുതിയൊരു ഡിവൈസ് ഇറക്കി കഴിഞ്ഞാൽ ആ ഡിവൈസിന് കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു സോഫ്റ്റ്വെയറിൽ ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു ആക്സസറീസിലോ അല്ല അതിൻ്റെ IC-യിലോ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ചിലപ്പം എന്താവാം, റീസ്റ്റാർട്ട് ആവാം അല്ലേ? അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റിനെ പെട്ടെന്ന് തന്നെ കമ്പനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലാഭിക്കാം അല്ലേ? അവർക്ക് അടുത്തൊരു ബാച്ച് ഓഫ് പ്രൊഡക്ഷനിൽ ആ ഒരു കംപ്ലൈൻറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇറക്കാം അല്ലേ? പോസിബിൾ അല്ലേ? പോസിബിളാണ്. യെസ്. അപ്പോൾ ഇവർ ചെയ്തു വെച്ചൊരു പരിപാടിയാണ് ഈ പാനിക് റിപ്പോർട്ട് എന്ന് പറയുന്ന കേസ്. അതായത് ഫോൺ റീസ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് iOS-നകത്ത് തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഏതൊരു സെഷനെ കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം സംഭവിച്ചതെന്ന് അവർ തന്നെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിന് പറയുന്ന പേരാണ് പാനിക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പാനിക് ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന റിപ്പോർട്ട്. സെറ്റിങ്സിൽ പ്രൈവസിയിലൊക്കെ പോയിട്ട് നമ്മൾ എടുക്കുന്നില്ലേ, അനലിറ്റിക്സ് ഡാറ്റ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് എടുക്കുന്ന ആ ഒരു റിപ്പോർട്ട്. അതായത് ഒരു ഡിവൈസ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ, അതായത് സ്വയം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പാനിക് ആയിട്ടുള്ളൊരു ഫോണാണെങ്കിൽ, ഈ ഒരു അനലിറ്റിക്സ് ഡാറ്റേൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ ഒരു പാനിക് ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഉണ്ടാവും, പാനിക് ഫുൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡിവൈസിൽ പാനിക് ഫുൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് എന്തായിട്ടുണ്ട്, സ്വയം റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്വയം റീസ്റ്റാർട്ട് ആയ ഒരു ഫോണിൽ തന്നെ സംതിങ് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലും ഒരു പാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. എന്തൊക്കെ കംപ്ലൈൻറ്റ് കൊണ്ട് ഈ പാനിക് സംഭവിക്കാം? എന്തുകൊണ്ടാണ് ഇങ്ങനെ പാനിക് സംഭവിക്കുന്നത് പറയാൻ പറ്റുമോ? എന്തൊക്കെ ഇഷ്യൂസ് കൊണ്ട് വരാം? ഏതെങ്കിലും സ്പെയർ ഡാമേജ് ആകുമ്പോൾ സ്പീക്കറിന്റെ സ്ലിപ്പിന് വരും. പിന്നെ നമ്മളെ ചാർജിങ് പ്ലസിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വരും. പിന്നെ 7+ ചാർജിങ് സ്ലിപ്പും വരുന്ന സെൻസർ കംപ്ലൈന്റ് വരുമ്പോഴാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ചാർജിങ് സ്ട്രിപ്പ് കംപ്ലൈന്റ് വരുമ്പം ഫോൺ റീസ്റ്റാർട്ട് ആയതെന്ന് പറയാൻ പറ്റുമോ? I2C ഡാമേജ് ആകുമ്പോഴല്ലേ? I2Cന്റെ ഡാറ്റ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി വരുമ്പോഴല്ലേ വരുന്നത്? യെസ് യെസ്.
അവിടെ സംതിങ് കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നം കൊണ്ടാണ് അല്ലേ? അതല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? അത് I2C എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനാണ് അല്ലേ? ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ സംതിങ് പ്രോബ്ലം വന്നിട്ടുണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. അത്തരം ഒരു കേസിലാണ് എന്ത് സംഭവിക്കുന്നത്? റീസ്റ്റാർട്ട് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചാർജിങ് സ്ട്രിപ്പ് മാറ്റി നോക്കും ചിലപ്പോൾ അല്ലേ? ചാർജിങ് സ്ട്രിപ്പ് മാറ്റിയിട്ട് റെഡിയായ കേസില്ലേ? ഉണ്ട്. ഇല്ലേ? ഉണ്ട്. അപ്പോൾ ചാർജിങ് സ്ട്രിപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ CPU? ചാർജിങ് സ്ട്രിപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? അത് അതില് മൈക്കിന്റെ കമ്മ്യൂണിക്കേഷൻ ലൈൻ വരുന്നുണ്ട്, പിന്നെ പ്രഷർ സെൻസർ പറഞ്ഞിട്ടൊരു സെൻസർ വരുന്നുണ്ട്, അതിന് കമ്മ്യൂണിക്കേഷൻ്റെ ഇത് വരുന്നുണ്ടല്ലോ. അതാണ് മെയിൻ ഡാമേജ് ഓക്കെ, ആവുന്നത്. ഈ മൈക്കൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും പോയിട്ട് ചെക്ക് ചെയ്താൽ പോരെ? മൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ചെക്ക് ചെയ്താൽ പോരെ? മൈക്കുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 3 മിനിറ്റ് കൂടുമ്പോൾ ഡാറ്റ കൊടുക്കൂലേ, അങ്ങനെയല്ലേ വരുന്നത്? 3 മിനിറ്റ് കൂടുമ്പം ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും? അതായത് അവിടെയുള്ള കണക്ഷൻസ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്ട് ഒരു ഡാറ്റ കൊടുക്കും. അത് കമ്മ്യൂണിക്കേഷൻ റെഡി ആയില്ലാണ്ടെങ്കിൽ ആ ടൈമിൽ സിസ്റ്റം ആക്ച്വലി ഇത് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത്. അതായത് ഒരാൾ അവിടെ വേണം, അയാൾ അവിടെ എപ്പോഴും വേണം എന്ന് നിർബന്ധമുള്ള കേസിലാണ് എന്ത് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ പോലെ 3 മിനിറ്റ് 5 മിനിറ്റ്സ് ഒക്കെ ഗ്യാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സംതിങ് അവിടേക്ക് വിളിച്ചു നോക്കുക. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊരു റൂമിലുണ്ടാവും അല്ലേ? അമ്മയും അച്ഛനൊക്കെ വേറൊരു ഡൈനിങ്ങിലോ അല്ലെ കിച്ചണിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെ മക്കൾ അവിടെ ഉണ്ട്. ഇവരെന്ത് ചെയ്ത് നോക്കും? ഇടയ്ക്ക് വിളിച്ചു നോക്കും അല്ലേ? മോനെന്ന് വിളിച്ചു നോക്കും, അല്ലെങ്കിൽ മോളെന്ന് വിളിച്ചു നോക്കും, അല്ലെ അവരെ പേര് വിളിച്ചു നോക്കും അല്ലേ? കുറേ കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടീനെ സ്പെസിഫൈഡ് ആയിട്ട് ചിലപ്പോൾ വിളിക്കും അല്ലേ? പൊന്നു എന്ന് പറഞ്ഞാൽ പൊന്നു അവിടെ ഉണ്ടോയെന്ന് ചോദിക്കും. പൊന്നു എന്ന് വിളിക്കുമ്പോൾ പൊന്നു വിളിയാക്കണം അല്ലേ? അപ്പോൾ ഇവർക്ക് എന്താ, പാരൻസിന് എന്താ സംഭവിക്കുന്നത്? അവർ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. എന്നുവെച്ചാൽ കുട്ടി അവിടെ ഉണ്ട്, നമ്മളെ പരിധിയിലുണ്ട്, നമ്മളെ കൺട്രോളിലുണ്ട്. സെയിം പരിപാടി എന്താ ചെയ്യുന്നത്? ചാർജിങ് സ്ട്രിപ്പിലാണ് മൈക്ക് ഉള്ളത് അല്ലേ? അപ്പോൾ മൈക്കുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം മൈക്ക് അവിടെ ഫുൾ ടൈം വേണം. നിങ്ങളിപ്പം ഹായ് സിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫോൺ റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ എന്താ സംഭവം? മൈക്ക് ഫുൾ ടൈം നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നല്ലൊരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് നോക്കി, ഫോണിൻ്റെ മുന്നിൽ ഇരുന്നിട്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളെ ഫേസ്ബുക്കിലും ഗൂഗിൾ സെർച്ചിലൊക്കെ കാറിൻ്റെ സംഭവങ്ങൾ വരാൻ തുടങ്ങും. ഇൻസ്റ്റഗ്രാമിൽ വരെ വരാൻ തുടങ്ങും. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വരെ കാറിൻ്റെ കമ്പനികളെ പരസ്യം വരാൻ തുടങ്ങും. ശ്രദ്ധിച്ചണോ? ഫേസ്ബുക്കിൽ എന്തായാലും അങ്ങനെ വരാറുണ്ട്. യെസ്. സോ നിങ്ങൾ പറയുന്ന എല്ലാ കുന്തും അവർ കേൾക്കുന്നുണ്ട്. അവർ ഡാറ്റ വിൽക്കുകയാണ് വിത്തൗട്ട് നോയിങ്. നിങ്ങളറിയാതെ നിങ്ങളുടെ ഡാറ്റ വിൽക്കുകയാണ്. അപ്പോൾ എന്താണ്? മൈക്ക് ഫുൾ ടൈം വർക്കിംഗ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ചില കീവേഡ്സ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? സെല്ല് ചെയ്യുന്നുണ്ട്. അത് ഓഫ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നു ഐഫോണിൻ്റെ സെറ്റിങ്സിൽ. സെറ്റിങ്സിലുണ്ട്. ബട്ട് എന്താണ്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം എന്താണ്? മൈക്കൊക്കെ വർക്കിംഗ് ആണ്. അതേപോലെ ഒരുപാട് പാർട്ടുകൾ നമ്മൾ ഈ പറയുന്ന പോലെ വയർലെസ്സിൻ്റെ സ്ട്രിപ്പ്, സെൻസേഴ്സ്, എന്താ പറയുക, ഓൺ ഓഫ് സ്ട്രിപ്പ്, മൈക്ക് 2, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ? ഈ പറഞ്ഞ പോലെ പ്രഷർ സെൻസർ, ഒരുപാട് പാർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? CPU ആയിട്ട് ഒരു ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു 1 മിനിറ്റ് കേട്ടോ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പം എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞ നമ്മൾ? ഹലോ, കേൾക്കുന്നില്ലേ? അപ്പം എന്താണ്, ഇതേപോലെ ഒരുപാട് കമ്പോണൻസ് എന്ത് ചെയ്യുന്നുണ്ട്? CPU ആയിട്ട് ഒരു ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കമ്പോണൻറ്റുകളെ CPU പോയിട്ട് ചെക്ക് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വിളിച്ചു നോക്കും. ഇയാളെ പേരെടുത്ത് വിളിച്ചു നോക്കുന്ന സമയത്ത് ഇയാൾക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒന്ന് പോയി നോക്കൂല അവിടെ, അവനവിടെ ഉണ്ടോ നോക്കൂലേ? മനുഷ്യന്മാരാണ് എന്ത് ചെയ്യും? ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ
പോയി അവിടെ നോക്കും. പോയി നോക്കൂ, ഇവനെന്താ കേൾക്കാത്തത് നോക്കൂ, 2 കൊടുക്കാൻ വെച്ചിട്ട് പോയി നോക്കൂ. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചു നോക്കൂ, അല്ല പിന്നെ അവിടെ പോയി എന്ന് വെച്ച് നോക്കൂ, പിന്നെ ഓനെ അന്വേഷിച്ച് പോയി നോക്കൂ, അല്ലേ? അതെ. ഫോണിൻ്റെ അകത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അല്ല നടക്കുന്നത്. CPU ആണ് മെയിൻ ആൾ, അല്ലേ? CPU ആണ്, CPU-നാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. അത് CPU മാത്രമേ ഇതിൽ ബുദ്ധിയുള്ള ഒരുത്തനുള്ളൂ, അല്ലേ? അതായത് ഇന്റലിജൻസ് കൊടുത്തിട്ടുള്ള ഒരാൾ ആരേ ഉള്ളൂ? CPU മാത്രമേ ഉള്ളൂ. അപ്പോൾ CPU-ന്റെ പാർട്സ്, അതായത് CPU-ന്റെ പോർഷൻ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ CPU ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളെ ഡീറ്റെയിൽസ് ആണ് CPU-ക്ക് കിട്ടേണ്ടത്. അപ്പോൾ CPU-ക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഓൾറെഡി പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? അതായത് നിനക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ, അതായത് ഞാൻ ഇപ്പോൾ ഒരാളെ വിളിച്ചു, അല്ലേ? കോൾ ചെയ്തു ഒരാളെ, അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾ അറ്റൻഡ് ചെയ്തിട്ട് മുണ്ടുന്നില്ല. രണ്ടും എന്താണ്? കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത പ്രശ്നമാണ്, അല്ലേ? അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ നീ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഡിവൈസ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ, അത് റീസ്റ്റാർട്ട് ആവുന്നത് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രൈമറി ഇതിൽ സെറ്റ് ചെയ്തു വെച്ചത് എന്താണ്? ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഡിവൈസിനെ ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ സോൾവ് ആവാറുണ്ട്, അല്ലേ? ചിലപ്പോൾ നമുക്കൊരു ഡിവൈസ് സ്റ്റക്കായ ഒരു കേസിൽ നമ്മൾ ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ റെഡിയാവും, അല്ലേ? ഇപ്പോൾ അതെ. പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സമയത്തൊക്കെ ചിലപ്പം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? അപ്പം സോഫ്റ്റ്വെയർ ബഗ്, ഒരു മൈനർ സോഫ്റ്റ്വെയർ ബഗ് ആണെങ്കിൽ മിക്കവാറും ആ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ചിലപ്പോൾ റെഡി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും എന്താക്കുന്നത്? ഡിവൈസിനെ റീസ്റ്റാർട്ട് ചെയ്യിക്കുന്നത്, അല്ലേ? ബട്ട് CPU ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ള CPU-ന് അറിയില്ലേ? അല്ലേ? ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരെ സെർച്ച് ചെയ്ത സമയത്താണ്, ഏത് പാർട്ടാണ് റിപ്ലൈ തരാത്തത്, ഈ കാര്യങ്ങളൊക്കെ CPU-ന് അറിയാം. അപ്പോൾ CPU എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്? iOS-ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ iOS തന്നെ ഈ പ്രോബ്ലം എന്ത് ചെയ്യാണ്? അവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാനിക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇയാൾ പാനിക് ആയതിനുള്ള കാരണം കുറിച്ച് വെക്കുകയാണ്, അല്ലേ? ഇതാണ് നമ്മളിപ്പോൾ ഈ തുറന്ന് നോക്കിയിരുന്ന പാനിക് ഫുൾ എന്ന് പറയുന്ന റിപ്പോർട്ട്, അല്ലേ? ആക്ച്വലി പാനിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. എത്ര പേർക്ക് പാനിക് ഫുള്ള് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? വളരെ കുറവല്ലേ? ആക്ച്വലി ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതല്ല, അവർക്ക് ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. ഒരു പാനിക് ഫുൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് കസ്റ്റമേഴ്സിന് ഈ പ്രശ്നം വരുമ്പം ഈ ചാർജിങ് സ്ട്രിപ്പ് മാറ്റി കൊടുത്താൽ മതി, അല്ലെ ഓൺ ഓഫ് സ്ട്രിപ്പ് മാറ്റി കൊടുത്താൽ മതി, ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണോ? അല്ല. ആപ്പിൾ കമ്പനി ഒരിക്കലും അതിൻ്റെ എന്ത് റിപ്പയർ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്ന ആളല്ല. അവർ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് പ്രോഫിറ്റ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇവർക്ക് എന്താ വേണ്ടത്? അടുത്ത ഒരു ലോട്ട്, അടുത്ത നിർമ്മാണത്തിൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അവരിപ്പോൾ വാറണ്ടിയിലാണെങ്കിൽ പോലും ചിലപ്പം പാർട്ട് റീപ്ലേസിന് പോകില്ല. ചാർജിങ് പോർട്ട് അല്ലെ ചാർജിങ് സ്ട്രിപ്പ് റീപ്ലേസ് ചെയ്യാൻ ഒരു നിൽക്കില്ല. ഒരു ഡിവൈസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, അല്ലേ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് പോയി നോക്കി, പുതിയ ഡിവൈസ് തരലായിരിക്കും മിക്കവാറും, അല്ലേ? അപ്പം ആക്ച്വലി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സംഭവമാണ്. ഈ അവർ ഉണ്ടാക്കിയ ഡിവൈസുകൾ, ഇപ്പോൾ ചാർജിങ് സ്ട്രിപ്പ് കൊണ്ട് ഇപ്പോൾ iPhone 11 കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ് ഓൺ ഓഫ് സ്ട്രിപ്പ് കൊണ്ട് കംപ്ലൈൻറ്റ് വരും. ഓൺ ഓഫ് സ്ട്രിപ്പ് കൊണ്ട് റീസ്റ്റാർട്ട് വരും. ശ്രദ്ധിച്ചോ? ഒരുപാട് സെറ്റിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ലോട്ട് ഓഫ് പ്രൊഡക്ഷനിൽ ഇവർക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യായിരുന്നു? അടുത്ത പ്രൊഡക്ഷനിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കായിരുന്നു. അതായത് ഓൺ ഓഫ് സ്ട്രിപ്പ് പെട്ടെന്ന് ഡാമേജ് വരുന്നുണ്ട്. ഓക്കെ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? അടുത്ത പ്രൊഡക്ഷനിൽ ഇത് കൺട്രോൾ ചെയ്ത് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് അത് റീപ്ലേസ് ചെയ്തിട്ട് കൊടുക്കായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചത്. ആക്ച്വലി ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് പ്രോഗ്രാമേഴ്സിന് മാത്രമേ ഇതിൻ്റെ ആ ഒരു ഈ പാനിക് ഫുൾ എന്ന് പറഞ്ഞ ലോഗ് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ആക്ച്വലി ആപ്പിളിലുള്ള ടെക്നീഷ്യൻസിന് പോലും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ലോഗ് റീഡ് ചെയ്യാൻ പറ്റില്ല. റീഡ് ചെയ്തിട്ട് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് മദർ ബോർഡ് സ്വാപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫോൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുക, ബാറ്ററി റീപ്ലേസ് ചെയ്യുക, ഇങ്ങനത്തെ വർക്കേ ഇപ്പോൾ ലെവൽ 2 വർക്കുകളെ പ്രത്യേകിച്ചുള്ളൂ ആപ്പിളിൽ, അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് അവരെ എഞ്ചിനീയേഴ്സിന്, അതായത് പ്രോഗ്രാമേഴ്സിനൊക്കെയാണ് എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ അവർ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് അവരെന്ത് ചെയ്യും, അടുത്ത ഡിസൈനിങ്ങിൽ ഈ ഒരു കോംപ്ലിക്കേഷൻ സോൾവ് ചെയ്തിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലേ? അപ്പോൾ ഇത് പാനിക്ക് എന്തിനു വേണ്ടിയാന്നുള്ളതും പാനിക്ക് എങ്ങനെയാണ് ആവുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. യെസ്. പക്ഷേ നമ്മൾ പോലുള്ള ആളുകൾ, അതായത് തേർഡ് പാർട്ടി ടെക്നീഷ്യൻസ്, നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാം, തേർഡ് പാർട്ടി ടെക്നീഷ്യൻസ് എന്നാണ് നമ്മളെക്കുറിച്ച് പറയാം. നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ കേസാണ്, അല്ലേ? നമ്മളടുത്തൊരു ഐഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാനിക്കൊക്കെ നോക്കിയിട്ട് അത് കുറച്ച് വായിച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ പല കാര്യം മനസ്സിലാക്കും, നമ്മളൊരു സൊല്യൂഷനിലേക്കൊക്കെ എത്തും, അല്ലേ? അപ്പം ഇവിടെ ടെക്നീഷ്യൻസിന് ചില കാര്യങ്ങൾ ഈ പാനിക് ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലേ? ഇത് വായിച്ചു കഴിഞ്ഞാൽ ചില ഐഡിയ എന്ന് കിട്ടും. ഇപ്പോൾ ഉദാഹരണം മൈക്ക് 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രൈമറി മൈക്ക് ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ നമ്മൾ എടുക്കും, അല്ലേ? അതേപോലെ ഇതിൽ നമ്മൾ സ്കിമാറ്റിക്സ് ഒക്കെ വായിക്കുന്ന ആളുകളാണല്ലേ, ആപ്പിളിൻ്റെ സ്കിമാറ്റിക്സ് റീഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്തറിയാം, ഐഫോണിനകത്തുള്ള ചില ടേം നെയിമുകളൊക്കെ നമുക്കറിയാം, അല്ലേ? അപ്പം നമുക്കിതിൽ പറയുന്ന കാര്യങ്ങൾ ചിലത് കത്തും, അല്ലേ? അപ്പോൾ ആപ്പിൾ പറയുന്ന ചില വേർഡുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓഡിയോ എന്ന് പറയാണ്, അല്ലെങ്കിൽ എന്താണ് വൈഫൈ എന്ന് പറയാണ്, അല്ലെങ്കിൽ മൈക്ക് എന്ന് പറയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ I2C എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ടേം നെയിം നമുക്ക് സ്കിമാറ്റിക്സ് റീഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമ്മളിത് റിപ്പയറിങ്ങിലേക്ക് പോകും. ഇനി റിപ്പയറിങ് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാനിക് ഫുള്ള് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്? ആക്സസറീസ് കൊണ്ടല്ലേ. ഏറ്റവും കൂടുതൽ ആക്സസറീസ് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുക. 90% ഇത് എന്തുകൊണ്ട് സോൾവ് ആവുന്നുണ്ട്? ആക്സസറീസ് റീപ്ലേസ് കൊണ്ട് സോൾവ് ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ കുറച്ച് ആളുകൾ ചെയ്യുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാനിക്ക് അല്ലെ റീസ്റ്റാർട്ട് ആയ ഒരു സെറ്റ് ഇവരെന്ത് ചെയ്യും, വേഗം അയച്ചിട്ട് ചാർജിങ് സ്ട്രിപ്പ് ഊരിട്ട് നോക്കും, അല്ലെങ്കിൽ ഓൺ ഓഫ് സ്ട്രിപ്പ് ഊരിട്ട് നോക്കും, അല്ലെങ്കിൽ വയർലെസിൻ്റെ സ്ട്രിപ്പ് ഊരിട്ട് നോക്കും, സെൻസറിൻ്റെ ഊരിട്ട് നോക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ആവുമോ? സാറേ അത് ഊരിട്ട് നോക്കി ഇപ്പോഴും റീസ്റ്റാർട്ട് ആവുന്നുണ്ടെന്ന് പറയും. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പിലേക്ക് ചിന്തിക്കണം. അതായത് CPU ഇതിനെ എങ്ങനെയാണ് കാണുന്നതെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ CPU ഉദാഹരണത്തിന് CPU ഒരാളെ കോൾ ചെയ്തു, അല്ലേ? CPUവിൻ്റെ ഒരു പാർട്ടിനെ കോൾ ചെയ്തു, അപ്പോൾ അവിടുന്ന് റെസ്പോൺസ് ഇല്ല, അതുകൊണ്ടല്ലേ റീസ്റ്റാർട്ട് ആയത്, അല്ലേ? നിങ്ങളെന്താ പറയാത്തത്? അതെ, ആക്റ്റീവ് അല്ലെന്ന് ആക്റ്റീവാണ്. ചായ കുടിച്ചില്ലേ? ഇത് കേട്ടിട്ട് മുഴുകിയിരിക്കാം. അത് ശരി. അപ്പോൾ CPU ഒരാളെ വിളിച്ചിട്ട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലേ? അപ്പം എന്താ സംഭവിക്കുന്നത് ഇയാൾക്ക്? ഈ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഇയാൾ പാനിക്കായി, അല്ലേ? ദേഷ്യപ്പെട്ട്. ഇയാൾ അവിടെ മൈക്ക് ആരതോ ഓണാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ CPU പാനിക് ആകാന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഞാൻ ചോദിച്ചൊരു കാര്യത്തിന് അയാൾ ഇങ്ങോട്ട് റിപ്ലൈ തന്നില്ല, അതല്ല ഇയാളെ പ്രശ്നം. അതെ. അപ്പോൾ ഇയാൾ ഇനി എന്തായിക്കൊണ്ടിരിക്കും, റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും ആ ഒരു മറുപടി കിട്ടുന്നവരെ. ഞാൻ ഈ ചോദിച്ച കാര്യത്തിന് മറുപടി കിട്ടുകയാണ് എനിക്ക് വേണ്ടി, എനിക്ക് വേറൊരു വിഷയം എനിക്ക് അറിയണ്ട. വേണമെങ്കിൽ ഒന്നും കൂടി ചോദിക്കും, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? മറുപടി കിട്ടുകയാണ് വേണ്ടത്. ബട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ചാർജിങ് സ്ട്രിപ്പ് ഊരിടല്ലേ ചെയ്യുന്നത്? ഊരിട്ട് കഴിഞ്ഞാൽ മറുപടി കിട്ടുമോ? വിളിച്ചിട്ട് ആളെ കാണുന്നില്ല, ഇയാളെ കൊന്നിട്ട് കാര്യമുണ്ടോ? വിളി വെക്കോ? ഇല്ല. ആ രീതിയിൽ അത് പോണേ. മനസ്സിലായില്ലേ? മറ്റേ മനസ്സിലായില്ലേ? അതായത് CPU വിളിച്ച അല്ലെങ്കിൽ CPU ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ഹായ് പറയണം. പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഇയാൾ പാനിക് ആയത്. അപ്പൊ ഇനി ചാർജിങ് സ്ട്രിപ്പ് ഊരിട്ട് കഴിഞ്ഞാലോ തിരിച്ച് മറുപടി പറയോ? ഇല്ല, മാറ്റിട്ടോ. ഇല്ല. എപ്പോഴേ പാനിക് റെഡി ആവുള്ളൂ, ആ ഒരു ഇനി അടുത്ത തവണ CPU ഇയാളെ കോൾ ചെയ്യുമ്പം ഇയാൾ തിരിച്ച് അതിന് ആൻസർ ചെയ്യണം. അതായത് എന്താ പറയാ, ഫീഡ്ബാക്ക് തരണം, അല്ലേ? ഫീഡ്ബാക്ക് സിഗ്നൽ കിട്ടണം. ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ
CPU സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അതുവരെ ഈ സാധനം അടിഞ്ഞുകൊണ്ടിരിക്കും. ഓരോ തവണ റീസ്റ്റാർട്ട് ആകുമ്പോൾ ഓരോ പാനിക് ഫയൽ ക്രിയേറ്റ് ആവും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഡിവൈസിൽ റീസ്റ്റാർട്ട് ആയിട്ട് വന്ന ഡിവൈസിൽ ചിലപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ 20-25 പാനിക് ഉണ്ടാവും അല്ലേ? ഈ പാനിക്കിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഇതിൽ CPU രജിസ്ട്രി എൻട്രികൾ ഉണ്ടാവും, അതുപോലെ കെർണൽ ടാസ്ക് ഉണ്ടാവും, ബാക്ക് ട്രേസസ് ഉണ്ടാവും, പിന്നെ റീസൺ ഫോർ ദ ക്രാഷ്. മെയിനായിട്ടുള്ളത് അതാണ്. നമുക്ക് ഈ പാനിക് ഫുള്ളിൻ്റെ അകത്തുനിന്ന് എന്താണ് കാരണം എന്നുള്ളത് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും. റീസൺ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ബട്ട് പ്രോപ്പറായിട്ട് എല്ലാവർക്കും റീഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഐഡിയ ഉള്ള ആളുകൾക്ക്, അതായത് ആപ്പിളിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്ക്, ടേം നെയിമൊക്കെ അറിയുന്ന ആളുകൾക്ക് ഒരു വിധം മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ എന്തായിരിക്കാം, ചാർജിങ് സ്ട്രിപ്പ് ആവാം, പറഞ്ഞ പോലെ ഓൺ ഓഫ് സ്ട്രിപ്പ് ആവാം, അല്ലെങ്കിൽ ബോർഡിൽ എന്തെങ്കിലും പ്രശ്നമാവാം അല്ലേ? പക്ഷെ നമുക്ക് 90% നമുക്ക് കിട്ടിയിട്ടുള്ളത് ആക്സസറീസ് കൊണ്ടാണ്. കാരണം ആക്സസറീസിനാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത. കാരണം ആക്സസറീസ് ഏറ്റവും കൂടുതൽ എന്താ വരുന്നത്? സ്ട്രിപ്പാണ് അല്ലേ? സ്ട്രിപ്പിലല്ലേ വരുന്നത്. അതേപോലെ ഈ സ്ട്രിപ്പ് തന്നെ, സ്ട്രിപ്പ് എവിടെ കിടക്കുന്നത്? മിക്കവാറും ബോഡിയിലാണ് കിടക്കുന്നത്, ബോഡി പാർട്ടായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വെള്ളം കയറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് എഫക്ട് ചെയ്യുക ഈ സ്ട്രിപ്പിനാണ്. അതേപോലെ സ്ട്രിപ്പിലുള്ള കമ്പോണൻറ്റുകൾ വീക്ക് ആവാൻ സാധ്യത കൂടുതലാണ്. അത് ഗ്ലൂ ഇട്ടിട്ടുണ്ടാവും, ചിലത് ഗ്ലൂ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഗ്ലൂ ഒന്ന് ലൂസാവും. അപ്പോഴേക്കും ചിലപ്പോൾ ഈ റെസിസ്റ്റേഴ്സോ അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ എന്തായിട്ടുണ്ടാവും, ഡ്രൈ ആവും. ഓക്കെ, റസ്റ്റ് പിടിക്കലോ, റസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ അടിയിൽ നിന്ന് ബ്രേക്ക് ആവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ ആക്സസറീസ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, പാനിക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പാനിക് വന്നൊരു ഡിവൈസിൽ ആ ഒരു പാർട്ട് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? റീപ്ലേസ് ചെയ്ത് നോക്കുക. ഒറിജിനൽ പാർട്ട് റീപ്ലേസ് ചെയ്ത് നോക്കുക തന്നെ വേണം. കോപ്പി ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. കാരണം കോപ്പി സ്ട്രിപ്പുകളിൽ ഇപ്പോൾ കോപ്പി സ്ട്രിപ്പ് അങ്ങനെ മാർക്കറ്റിൽ വരുന്നില്ല, മുമ്പൊക്കെ കോപ്പി വന്നിരുന്നു. അതായത് നമുക്ക് ആക്ച്വലി പാനിക് ഫുള്ള് വെച്ചിട്ട് റിപ്പയറിങ് നമ്മളൊക്കെ തുടങ്ങുന്നത് ഏകദേശം ഒരു 7-ന് ശേഷമാണ്. iPhone 8 മുതലാണ് കാര്യമായിട്ട് പാനിക് ഫുള്ള് നോക്കിയിട്ട് റിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. ആ സമയം ആയപ്പോഴേക്കും തന്നെ പാർട്ടുകളൊക്കെ തന്നെ ഒറിജിനൽ വേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒറിജിനൽ ഇല്ലെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ആവുന്ന ഒരു കേസ് വന്നു. iPhone Xലൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സും എക്സസും ഒക്കെ ചാർജിങ് സ്ട്രിപ്പ് നമ്മൾ മുമ്പ് ഡൽഹിയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യും. 10-20 പീസൊക്കെ പർച്ചേസ് ചെയ്യും. അതിൽ ഫസ്റ്റ് ലോട്ടിൽ നമുക്ക് വന്നതിൽ എല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു, എല്ലാം കോപ്പിയാണ്, എല്ലാം റീസ്റ്റാർട്ട് അടിക്കും. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ചീപ്പ് മാർക്കറ്റിൽ, അതായത് കോപ്പി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബേസിക് വർക്ക് ഉണ്ടല്ലോ. ആൻഡ്രോയിഡിനൊക്കെ സബ് ബോർഡ് കണ്ടില്ല നിങ്ങൾ? ഒറിജിനൽ സബ് ബോർഡിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. കോപ്പിയിൽ ചിലപ്പോൾ 2 റെസ്റ്റർ മാത്രമേ ഉണ്ടാവുക അല്ലേ? 2 റെസ്റ്ററൊക്കെ ആക്കി ഉണ്ടാവുക. അപ്പോൾ അതേപോലെ ഈ ചാർജിങ് സ്ട്രിപ്പിൽ ഇവർ എന്ത് ചെയ്യും, ഒരുപാട് കമ്പോണൻസ് ഒഴിവാക്കി കളയും. അതിൽ ഇവർക്ക് മനസ്സിലാവുണ്ടാവില്ല, ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള റെസ്റ്റർ ആയിരിക്കും, അതൊരു ഒഴിവാക്കി ഉണ്ടാവും. അപ്പോൾ അതിലിനി കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പോകുന്നില്ല, സിമ്പിൾ. അപ്പോൾ കോപ്പി സ്ട്രിപ്പ് ഇട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും ഐഫോണിൻ്റെ പാർട്ടൊന്നും കോപ്പി പോയിട്ട് ഇടൂല. iPhone 7ൻ്റെ സമയത്ത് തന്നെ നെറ്റ്വർക്കിനൊക്കെ ഇഷ്യൂ വന്നിരുന്നു അല്ലേ? റീസ്റ്റാർട്ട് ഉണ്ടായില്ല, പക്ഷേ നെറ്റ്വർക്കിനൊക്കെ ഇഷ്യൂ വന്നിരുന്നു കോപ്പി സ്ട്രിപ്പ് ഉപയോഗിക്കുമ്പോൾ അല്ലേ? അപ്പം എന്താ വേണ്ടത്? ഒറിജിനൽ സ്ട്രിപ്പ് തന്നെ യൂസ് ചെയ്യണം. ഇനി സിമ്പിൾ ഒരു മെത്തേഡ് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു റീസ്റ്റാർട്ട് ആവുന്ന സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫോണുകളൊക്കെ വരുന്ന ഷോപ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണം, ഒരു iPhone 12 റീസ്റ്റാർട്ട് ആയി വന്നു, നിങ്ങളടുത്ത് വേറൊരു 12 അവിടെ കിടക്കുന്നുണ്ട്, ഡെഡിൽ വന്നതോ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറ്റാൻ വന്നതോ ആയിട്ടുള്ള വേറൊരു 12 നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 12 റീസ്റ്റാർട്ട് ആവുന്ന 12ൻ്റെ മദർ ബോർഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം? മറ്റേ ഹൗസിങ്ങിലേക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക, ഇപ്പോൾ റീസ്റ്റാർട്ട് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പോൾ നേരെ നിങ്ങൾക്ക് എന്തായി? 50-50 സൊല്യൂഷൻ കിട്ടി. മദർ ബോർഡ് ആണോ അതോ ആക്സസറീസ് ആണോ എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. മനസ്സിലായോ? അത് നിങ്ങൾ അങ്ങോട്ട് ഇട്ട് പക്ക വർക്കിംഗ് ആണെങ്കിൽ എന്താണ്? ആദ്യത്തെ ഹൗസിങ്ങിൽ ഏതൊരു ആക്സസറിയാണ് പ്രശ്നം. ഇനി നിങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ടും റീസ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ മദർ ബോർഡാണ് പ്രശ്നം. മനസ്സിലായി? ഇങ്ങനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ മാറ്റിയിടുന്ന ഹൗസിങ് 100% വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലേ? ഇപ്പോൾ ഡെഡ് വന്നതിൽ ചിലപ്പോൾ റീസ്റ്റാർട്ട് അടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അല്ലേ?
എന്നാലും ആ റീസ്റ്റാർട്ട് തന്നെ വന്ന് അടിച്ചോളണോ നിർബന്ധമല്ല. നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. നിങ്ങൾക്ക് ഇനി ഭാഗ്യമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പറഞ്ഞ സെയിം കംപ്ലൈൻറ്റ് ചിലപ്പോൾ ആ മദർ ബോർഡിൽ ആ ഒരു ഹൗസിങ്ങിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാർഡ് കയറിപ്പോവും. നിങ്ങൾ ചിലപ്പോൾ അറിയാതെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മദർ ബോർഡ് റിപ്പയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്തിനു പറയണേ, എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ പല ആളുകളും നമുക്കിപ്പോൾ വിചാരിക്കുന്ന സമയത്ത് എല്ലാ ആക്സസറീസും ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങളൊക്കെ ഷോപ്പുകളിൽ ഐഫോണിൻ്റെ എല്ലാ സ്പെയർ പാർട്സും സ്റ്റോക്ക് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ 14 പ്രോൻ്റെ ചാർജിങ് സ്ട്രിപ്പ് വാങ്ങണമെങ്കിൽ ചിലപ്പോൾ 1500 വില ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹൗസിങ് നിങ്ങളെ മുന്നിലുണ്ട്, ആ ഹൗസിങ്ങിലിട്ട് ചെക്ക് ചെയ്ത് നോക്കും അല്ലേ. സ്റ്റിൽ റീസ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ഇനി പോയി നിങ്ങളൊരു ചാർജ് സ്ട്രിപ്പ് വാങ്ങും, ഇല്ല. ചാൻസ് കുറവായിരിക്കും. പിന്നെ ഈ സ്പെയർ പാർട്സ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് ചെക്കിങ് ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ, ഇപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കേസ് ഉണ്ടോ? ഒരു ദിവസം നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളതായി, ഇനി ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ പ്രയാസമായിരിക്കും അല്ലേ. നിങ്ങളെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ഓരോരുത്തരുടെ മാർക്കറ്റ് ഓരോ രീതിയിലേക്കും, അങ്ങനെ തന്നെയാണ്. ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എന്ത് ചെയ്യില്ല, നമ്മൾ ഓൾറെഡി ഹൗസിങ്ങിലിട്ട് നോക്കിയില്ലേ, ഇനിയിപ്പം മദർ ബോർഡ് തന്നെ പറഞ്ഞിട്ട് അവിടെ തുടങ്ങും ചാർജിങ് IC, പവർ IC. എന്നിട്ട് കസ്റ്റമർ പറയും ഇത് സാപ്പ് ചെയ്യണമെന്ന് പറയും. ഇതാണ് ശരിക്കും എന്ത് SOP സ്കിപ്പ് ചെയ്യാന്ന് പറയും. SOPൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താറുണ്ടോ? ഇത് നമ്മളെ SOPൻ്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട് നമുക്ക് ലെവൽ 1 റിപ്പയർ, ലെവൽ 2 കംപ്ലീറ്റ് ചെയ്യാതെ ലെവൽ 3ലേക്ക് പോകാൻ പാടില്ല. അതാണ് SOP. അപ്പോൾ ലെവൽ 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും, ഫോൾട്ട് ഫൈൻഡ് ചെയ്യും. മറ്റേ സുരാജ് പറഞ്ഞ മാതിരി മറ്റേ വെളിച്ചുള്ള സ്ഥലത്ത് പോയിട്ട് പേഴ്സ് കാണാതായി പോയിട്ട് വെളിച്ചുള്ള സ്ഥലത്ത് തപ്പാണ്, അവിടെ ഇരുട്ടാണ്. പേഴ്സ് പോയത് ഇരുട്ടുള്ള സ്ഥലത്താണ്, അപ്പോൾ അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്ന് തപ്പുക. അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ അവസ്ഥ. അപ്പം എന്താ സംഭവം, എന്താ പറഞ്ഞത്, SOP. നിങ്ങളെ ലെവൽ 2 റിപ്പയർ എന്തായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. എനിക്ക് മുമ്പ് പറ്റിയൊരു കേസ് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ക്യാമറ മാറ്റാൻ വന്നു, എക്സസിൻ്റെ ക്യാമറ മാറ്റാൻ വന്നു. ബാക്ക് ക്യാമറ കിട്ടുന്നില്ല, മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറൊരു ക്യാമറ ഇട്ട് നോക്കുമ്പോൾ സെയിം വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ തുടങ്ങിയില്ലേ ആകാംക്ഷ. നമ്മൾ ടെക്നീഷ്യന്മാർക്ക് ചിലപ്പോൾ ഈ ലെവൽ 3 വർക്കും 4 ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേഗം ബോർഡ് അയച്ച് പണി തുടങ്ങാൻ വേണ്ടി അവരിങ്ങനെ മുട്ടി നിൽക്കുക. ഞാൻ സാധാരണ ചെയ്യുന്ന മാതിരി അടുത്ത ലെവൽ ഓഫ് വർക്കിലേക്ക് പോയി ഇനി ഫൈനൽ CPU എന്നുള്ള ലെവലിലെത്തി. ഇനി CPU ചെയ്യൽ ഓപ്ഷനുള്ളൂ. ദെൻ ഞാൻ ഇയാൾ തന്നെ കൊണ്ടുപോയി തന്ന ക്യാമറ ആണ് കേട്ടോ, അതായത് ഈ ഐഫോണിൻ്റെ സെയിൽസ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ തന്ന ക്യാമറ വർക്കിംഗ് ആണോ, പക്ക വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചു. അയാൾ ഓക്കെ വർക്കിംഗ് ആണ്, വേറെ സെറ്റ് നൂരാന്ന് പറഞ്ഞു. എന്നാലേ എനിക്ക് കൺഫേം ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു എക്സസ് കൂടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വേറൊരു എക്സസ് വേണമെങ്കിൽ കൊണ്ടുപോയി തരാം. അപ്പം കൊണ്ടുപോയി തന്ന് അതിട്ട് നോക്കുമ്പോൾ ക്യാമറ വർക്കായി. എപ്പോഴും നമുക്കൊരു ക്രോസ് ചെക്കിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റും അല്ലേ. അപ്പം ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവണം. ആക്സസറീസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ റീകൺഫേം ചെയ്യുക. അത് നമുക്ക് ഒരുപാട് സമയവും ആ ഒരു സൊല്യൂഷൻസ് തന്നെ ചിലപ്പോൾ ഇല്ലാതാവും അല്ലേ. ചിലപ്പോൾ ഇപ്പോൾ CPU ലെവലിലുള്ള വർക്ക് അല്ലെങ്കിൽ IC ലെവൽ വർക്ക് തന്നെ അതിലെപ്പോഴും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഡിവൈസ് അപ്പം തന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തീരുമാനമാക്കാൻ പറ്റുന്ന കേസായിരിക്കും അല്ലേ. അപ്പം ആ കാര്യം ശ്രദ്ധിക്കാം. ദെൻ മറ്റൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാനിക് ഫുള്ള് ഇതാണ് അവിടെ എഴുതിയിട്ടുണ്ടാവുക. നമ്മൾ ഈ പറഞ്ഞ പ്രൈവസിയിൽ, സെറ്റിങ്സിൽ പ്രൈവസിയിൽ അനലിറ്റിക്സ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൽ പാനിക് ഫുള്ള് എന്നുള്ള ഫയലാണ് ഈ പാനിക് റിപ്പോർട്ട് എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പാനിക് എന്ന് അടിച്ചാൽ തന്നെ പാനിക് ഫുൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി ചില ആളുകൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പാനിക് ബേസ് എന്ന് പറഞ്ഞൊരു ഫയൽ അയക്കാറുണ്ട്. പാനിക് ബേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആളുകൾ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് റീസ്റ്റാർട്ട് എന്ന് വെച്ചിട്ട്. പാനിക് ബേസ് ആക്ച്വലി നമുക്ക് പാനിക് ബേസ് അല്ല എടുക്കേണ്ടത്, പാനിക് ഫുള്ളാണ് വേണ്ടത്. നമുക്ക് പ്രോപ്പർ സൊല്യൂഷൻ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ്റെ ഹിൻ്റാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പ്രോപ്പർ സൊല്യൂഷൻ ഒന്നും അല്ല കിട്ടുന്നത് കേട്ടോ, അതിൻ്റെ ഒരു ഹിൻറ്റ് അല്ലെ ഒരു ക്ലൂ ആണ് കിട്ടുന്നത്. ആ ക്ലൂവിൽ പിടിച്ച് നമ്മൾ കയറി പോകണം. ഓക്കെ, ഇപ്പോൾ പാനിക് ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഷോർട്ടസ്റ്റ് മെത്തേഡാണ്. എന്താ പറയുക, ക്വിക്ക് ഡയഗ്നോസ്റ്റിക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു റിപ്പോർട്ടാണ് പാനിക് ബേസ് എന്ന് പറയുന്നത്. ഇത് മറ്റേതിൻ്റെ പാനിക് ഫുള്ളിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഇന്നുണ്ടാവില്ല, അഡീഷണൽ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താനോ അതെ കെർണൽ ഡാറ്റകളൊന്നും ഉണ്ടാവില്ല. അതേപോലെ രജിസ്ട്രി എന്താ പറയുക അഡ്രസ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ സംഭവിക്കുന്ന ഒക്കെ ഓരോ അഡ്രസ്സ് ഉണ്ടാവും. ഇതിനൊക്കെ ബൈനറി കോഡുകളായിട്ട് അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഏത് അഡ്രസ്സിലേക്ക് കോൾ ചെയ്തപ്പോഴാണ് ആ ഒരു റെസ്പോണ്ട് കിട്ടാത്തതെന്നൊക്കെ ഉണ്ടാവും. നോ സക്സസ്ഫുൾ ചെക്ക് ഇൻസ് എന്നൊക്കെ കണ്ടില്ല നിങ്ങൾ അല്ലേ? അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ പാനിക് ഫുള്ളിലാണ് ഉണ്ടാവുക. പാനിക് ബേസ് എന്നുള്ള റിപ്പോർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും കിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡാറ്റയെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി പാനിക് ബേസ് ക്രിയേറ്റ് ആവാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഒരു റീസ്റ്റാർട്ട് ഇഷ്യൂ ആവില്ല. അതും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളെ സെറ്റ് റീസ്റ്റാർട്ട് ആണോ അല്ലെ പവർ ഫെയിലിയർ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് വേണം. മനസ്സിലായോ? നിങ്ങളെ ബാറ്ററി കൺട്രോൾ ചെറുതായിട്ടൊന്ന് ലൂസായി പോയി, ഫോൺ ഓഫ് ആവൂലേ? ജസ്റ്റ് ഒന്ന് ഓഫ് ആയി ചിലപ്പോൾ റീസ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. കാരണം പവർ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് അപ്പം തന്നെ പവർ വന്നു. അപ്പോൾ ഡിവൈസ് ടേൺ ഓഫ് ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിന് വീണ്ടും പവർ കിട്ടി അല്ലേ? അപ്പോൾ ഡിവൈസ് വീണ്ടും എന്തായി ബൂട്ടായി വരും അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ആക്ച്വലി എന്താ സംഭവിച്ചത്? അവിടെ ഒരു പവർ ഫെയിലിയർ ആണ് സംഭവിച്ചത്. പക്ഷേ അവിടെ പാനിക് ബേസ് ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പാനിക് ബേസിൻ്റെ പ്രത്യേകത എന്താ? അതിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ക്ലൂ കിട്ടൂല, എന്തുകൊണ്ട് സംഭവിച്ചെന്നുള്ള ഒരു ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. അതേപോലെ നമ്മുടെ മെമ്മറി ഫുള്ളായി പോകുന്ന കേസില്ലേ, ഐഫോണിലൊക്കെ മെമ്മറി ഫുള്ളാവും, കസ്റ്റമർ അറിയാതെ യൂസ് ചെയ്ത് മെമ്മറി ഫുള്ളായി, അല്ലെങ്കിൽ ഇയാൾ മെമ്മറി എന്താക്കി ഫോട്ടോ എടുത്തു അല്ലെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്തൊക്കെ മെമ്മറി ഫുള്ളായി പോയി. ആ സമയത്ത് ചിലപ്പോൾ ഡിവൈസ് റീസ്റ്റാർട്ട് ആവും. മോസ്റ്റ്ലി ഇത് റീസ്റ്റാർട്ട് ആയിട്ട് ലോഗോയിൽ സ്റ്റക്ക് ആവാനാണ് ചാൻസ്. ഇനി അഥവാ അവിടെ ഒരു ബഗ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഡിവൈസ് എന്തായിക്കൊണ്ടിരിക്കും? റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. ഒരു 1 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും അല്ലേ? ഇനി അതേപോലെ ഒരു സെറ്റ് ബൂട്ട് ചെയ്യുന്ന സമയത്ത് റീസ്റ്റാർട്ട് ആവുക, ബൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ റീസ്റ്റാർട്ട് ആവുക, അതും പറഞ്ഞ പോലെ പവർ ഫെയിലിയർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഡിവൈസിൽ എവിടെയെങ്കിലും ഡിസ്കണക്ഷൻ വരിക, അല്ലെങ്കിൽ നമ്മൾ ടെക്നിക്കലിൽ ഡ്രൈ എന്ന് പറയില്ലേ, ഡ്രൈ സംഭവിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആവുക എന്ന് പറയാം. ഒരു കണക്ഷൻ ഓപ്പൺ ആയി പോവുക. അത് എപ്പോഴും ഉണ്ടാവില്ല, പ്രോപ്പർ കണക്റ്റഡ് ആയിരിക്കും, പക്ഷേ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഓപ്പൺ ആവുന്ന കേസൊക്കെ ഉണ്ട്. ലെയറൊക്കെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ആ കേസിൽ എന്താവില്ല, ബൂട്ടിങ് പ്രോപ്പർ ആവില്ല, ഡിവൈസ് ചിലപ്പം റീസ്റ്റാർട്ട് അടിക്കും, ഓൺ ആവാൻ നോക്കിയിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ തുടങ്ങും അല്ലേ? ഇങ്ങനത്തെ കേസിലും ചിലപ്പോൾ ക്രിയേറ്റ് ആവുന്നത് എന്തായിരിക്കും? പാനിക് ബേസ് ആയിരിക്കും. അപ്പോൾ പാനിക് ബേസും പാനിക് ഫുള്ളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? നമുക്ക് ഏതാ എടുക്കേണ്ടത്? പാനിക് ഫുള്ളാണ് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ പാനിക് ഫയൽ, പാനിക് ഫുൾ റിപ്പോർട്ട്. ഇതിലെന്താ ഉണ്ടാവുക? ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ആവും. ഇതെവിടാണ്? iOS-നകത്താണ്. ആപ്പിൾ ഇതിനെ പറയുന്നത് പാനിക് ഫയൽ എന്നാണ്. നമ്മൾ എന്ത് വിളിക്കും? പാനിക് ഫുൾ എന്നോ പാനിക് റിപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ? ഇത് എവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞത്? സെറ്റിങ്സിൽ, പ്രൈവസിയിൽ, അനലിറ്റിക്സ് അല്ലേ? ഇപ്പോൾ ചെറിയ എന്തൊരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. iOS 70-ലേക്ക് 80-ലേക്ക് വന്നപ്പോൾ ചെറിയ എന്തൊരു മാറ്റമുണ്ട്. സ്റ്റിൽ നമുക്ക് അനലിറ്റിക്സ് ഡാറ്റ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. സെറ്റിങ്സ് കയറിയിട്ട് അനലിറ്റിക്സ് ഡാറ്റ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞില്ല, ചില ഡിവൈസ് 25 തവണ ഒക്കെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ടാവും, ചില ഡിവൈസ് 200-300 തവണ ഒക്കെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അത്രയും പാനിക് ഫുൾ ഫയൽ അതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിപ്പം റീസ്റ്റാർട്ട് ആയതിൻ്റെ കാരണമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ പെണ്ണുങ്ങളൊക്കെ നമ്മളോടിപ്പോൾ പിണങ്ങിയത് ഏത് പ്രശ്നത്തിനാണെന്ന് പറയാൻ കഴിയില്ല അല്ലേ? ചിലപ്പോൾ 6 മാസം മുമ്പ് നമ്മൾ എന്തോ പറഞ്ഞതിനൊക്കെ ഇപ്പോൾ പണിയേ. അങ്ങനെ ആവരുത്. പിണങ്ങുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞതിലെന്തോ തെറ്റുണ്ട്, അതിന് വേണ്ടി പിണങ്ങും. അതെന്താ റീസൺ എന്ന് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട പാനിക് റിപ്പോർട്ട് ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയലാണ് ചെക്ക് ചെയ്യേണ്ടത്. ആ പാനിക് ഫയലിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൻ്റെ ഇയർ, മന്ത്, ഡേറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. .ips എന്നുള്ള ഫയലായിരിക്കും ഉണ്ടാവുക. ആ പാനിക് ഫയൽ തുറന്നു നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ നേരെ തന്നെ എന്തുണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും, കണ്ടോ? ഇയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് പുതിയത് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം സെയിം ഡേറ്റ് തന്നെ, ഇപ്പോൾ 7-ാം തീയതി തന്നെ ഇതിൽ ഒരുപാട് പാനിക് വന്നത്, അതിൽ ഏറ്റവും ടോപ്പിലുള്ള എടുത്താൽ മതി.
ഓക്കെ. ഷാജാന് മാത്രം കത്തി നേരത്തെ കഥ. യെസ്. അപ്പോൾ പാനിക് ഫുള്ള് ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾ അതിൻ്റെ ലോഗിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പാനിക് ഫയൽ കാണാം. ഇതിൽ ലേറ്റസ്റ്റ് ഫയൽ എടുക്കുക. ഓക്കെ, ലേറ്റസ്റ്റ് ഫയലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. യെസ്. ദെൻ ഇതാണ് പാനിക് ഫുള്ള് നമ്മൾ തുറന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ. സ്ക്രീൻ എല്ലാവരും കാണുന്നില്ലേ? കണ്ട് യെസ്. ഓക്കെ, ഇതിൽ പാനിക് ഫയൽ എങ്ങനെ റീഡ് ചെയ്യാന്നുള്ള ഒരു നേക്കാണ് തരുന്നത്. അത് പാനിക് സ്ട്രിങ് എന്ന് കണ്ടോ നിങ്ങളിതിൽ? ആ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കാണിക്കും. ഇത് 2021 5-ാം മാസം 26-ാം തീയതി ആണ് ഈ പാനിക് ക്രിയേറ്റ് ആയത്. ടൈം 18:01 അല്ലേ? ഉം. അതായത് 6 മണി സമയത്താണ് റീസ്റ്റാർട്ട് ആയത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പാനിക് ഫയൽ തുറക്കുമ്പം നിങ്ങളുമായിട്ട് ആ റീസെൻറ്റ് ടൈം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് റീസ്റ്റാർട്ട് ആയി ഉണ്ടാവില്ലേ? അപ്പോൾ അന്നത്തെ ഡേറ്റിലായിരിക്കും. അന്നത്തെ ഡേറ്റിൽ ആ സമയത്തുള്ള ആരും ഇത് സ്ക്രീൻ കാണില്ല എന്ന് പറയണ്ടല്ലോ. സ്ക്രീൻ കാണില്ലെങ്കിൽ മുകളിൽ സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ സ്ക്രീന് സ്വൈപ്പ് ചെയ്ത ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കുക. അവിടെ ഷെയറിങ് ഫയൽ എന്നിട്ട് കാണിക്കും. സ്ക്രീൻ ഷെയർ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. അവിടെ നോക്കിയാൽ കാണും. പിന്നെ ഇപ്പം നമ്മളെ ക്ലാസ്സുകളൊക്കെ ശരിക്കും അറ്റൻഡ് ചെയ്യേണ്ടത് ഫോണിലല്ല കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് ശരിക്കും ലാപ്ടോപ്പിലാണ്. ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ആണ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അപ്പോഴേ കറക്റ്റ് വിസിബിൾ ആവുള്ളൂ. അതേപോലെ നിങ്ങൾ ക്ലാസ് വാച്ച് ചെയ്യുന്നില്ല, റെക്കോർഡഡ് ക്ലാസ്, അതും ശരിക്കും ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ ഡെപ്ത് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെ ചില ആളുകൾക്ക് ഓക്കെ ആയിരിക്കും, മൊബൈലുമായിട്ട് അത്രയും ഇതായിട്ടുള്ള ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് കുറച്ച് കൺവീനിയൻസ് ലാപ്ടോപ്പാണ്. ഞാൻ പൊതുവേ ഞാൻ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ ലാപ്ടോപ്പിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, Okay. അതേപോലെ ഹെഡ്സെറ്റ് കുത്തിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡേറ്റ് പുതിയത് തന്നെ എടുക്കുക. അത് മനസ്സിലായില്ലേ? ഉം. അതിന് ശേഷം വരുന്നൊരു സംഭവമാണ് പാനിക് സ്ട്രിങ് എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഈ പാനിക് സ്ട്രിങ് എന്ന് എഴുതിയിട്ട് ഡബിൾ കോളൻ ഇട്ടൊരു വേർഡ് കാണാം. അതിന് ശേഷം പാനിക് CPU 1 കോളർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാക്കറ്റിൽ ഒരു സംഭവം ഉണ്ടാവും. അതിന് ശേഷം പറയുന്ന ഒരു വേർഡ് ഉണ്ടാവും. ഈ പാനിക് CPU കോളർ എന്നുണ്ടല്ലേ, CPU 1 കോളർ, അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വായിച്ചു നോക്കേണ്ടത്. അതിനുശേഷം പറയുന്നത് യൂസർ സ്പേസ് വാച്ച് ഡോഗ് ടൈം ഔട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ഒരു ടേമാണ്, അതായത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ യൂസർ സ്പേസ് വാച്ച് ഡോഗ് ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ഡോഗ് എന്ന് പറഞ്ഞ സംഭവമല്ലേ. വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ CPU അകത്തുള്ളൊരു സിസ്റ്റമാണ്. അതായത് ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില പാർട്ടുകളെ പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന നായ എന്നുള്ള അർത്ഥമാണ് അല്ലേ വാച്ച് ഡോഗ്. വാച്ച് ഡോഗ് ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ഒരു സമയം കഴിഞ്ഞിട്ടും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സമയത്തിൻ്റെ ഇൻ്റർവെല്ലിൽ അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്താ പറയുന്നത്, നോ സക്സസ്ഫുൾ ചെക്ക് ഇൻസ് ഫ്രം apple.com അല്ലേ, .com.apple. നോ സക്സസ്ഫുൾ ചെക്ക് ഇൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, സക്സസ്ഫുൾ ആയിട്ടില്ല ചെക്കിങ് അല്ലേ. പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 1-2 വരി വായിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താ പറയുക, റിട്ടേൺഡ് നോട്ട് അലൈവ് വിത്ത് കോണ്ടെക്സ്റ്റ്, അലൈവ് ഫംഗ്ഷൻ റിട്ടേൺഡ് അൺഹെൽത്തി. അതായത് നമ്മൾ അയച്ച സിഗ്നലിന് റെസ്പോണ്ട് അൺഹെൽത്തി ആയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടില്ല. അപ്പോൾ ഏത് അഡ്രസ്സിലാണ് കോൾ ചെയ്തത് അതൊക്കെ അവിടെ കാണിക്കും. ശേഷം ഇവരെന്ത് ചെയ്യും, ഒരു റിപ്പയർ ഹിൻഡ് കൊടുക്കും. അതായത് ഏത് പാർട്ടിനെ കൊണ്ടാവാം ഇത് സംഭവിച്ചതെന്നുള്ള ഒരു ഹിൻഡ് കൊടുക്കും. ഇവിടെ കൊടുത്തത് എന്താ, മിസ്സിങ് സെൻസേഴ്സ് എന്നാണ് കൊടുത്തത് അല്ലേ. ഏതൊരു സെൻസർ മിസ്സിങ് ആണ്. അതിനുശേഷം ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് ശരിക്കും ടേം നെയിമാണ്, TG0B എന്നാണ് ഇവിടെ കൊടുത്തത്. ആക്ച്വലി TG0B എന്ന് പറയുന്നത്, ആപ്പിൾ TG0B എന്ന് പറയുന്നത് ബാറ്ററി ഡാറ്റയ്ക്കാണ്. ബാറ്ററി ഡാറ്റ. അപ്പോൾ ബാറ്ററി ഡാറ്റ പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ആവും അല്ലേ. ഐഫോണിൽ ബാറ്ററി ഡാറ്റ പ്രോപ്പറായി കിട്ടിയില്ലെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ആവും. Okay. എങ്ങനെയാണ് ബാറ്ററി ഡാറ്റ കിട്ടാതെ വരിക? ബാറ്ററി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കമ്മ്യൂണിക്കേഷൻ. ഐഫോണിൽ ബാറ്ററികളിലൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, I2C കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്.
പ്രത്യേകിച്ച് ഐഫോൺ 8 മുതലുള്ള മോഡലുകളിൽ I2C പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ ഇവിടെ എന്ത് സംഭവിക്കാം, ഒന്നെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈന് ബ്രേക്ക് ആയതാവാം, അല്ലെങ്കിൽ ബാറ്ററി പ്രോപ്പറായിട്ട് അവിടെ ടച്ച് ആവുന്നുണ്ടാവില്ല, അല്ല ബാറ്ററി കണക്ടർ പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല, അല്ല ലൂസായി പോയിട്ടുണ്ടാവും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബാറ്ററി ഇല്ലാതെ ഓൺ ചെയ്തതായിരിക്കും ഡിവൈസ്. നിങ്ങൾ പവർ സപ്ലൈയിൽ ഓൺ ആക്കി വെച്ച് നോക്കി ഡിവൈസ്, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫോൺ റീസ്റ്റാർട്ടോ. ശ്രദ്ധിച്ചണോ? ശ്രദ്ധിച്ചു. ബാറ്ററി ഇല്ലാതെ പവർ സപ്ലൈയിൽ ഓൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ കിട്ടുള്ളൂ, അവിടെ ബാറ്ററി ഡാറ്റ കിട്ടൂല. അപ്പം ആ സമയത്ത് ആ ഒരു ഇൻ്റർവെല്ലിലാവുമ്പം ബാറ്ററി ഡാറ്റ നോക്കും, CPU ബാറ്ററി ഡാറ്റ ചെക്ക് ചെയ്യും. ആ സമയത്ത് ഡാറ്റ കിട്ടിയില്ലെങ്കിൽ എന്താവും, ഡിവൈസ് റീസ്റ്റാർട്ട് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഐഫോണുകളൊന്നും തന്നെ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഡിവൈസ് കുറേ നേരം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഡിവൈസ് എന്താവും, റീസ്റ്റാർട്ട് ആവും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, സോഫ്റ്റ്വെയർ ചെയ്യാനൊക്കെ നമ്മൾ പവർ സപ്ലൈയിലാണല്ലോ കണക്ട് ചെയ്യലെന്ന് പറയും. അപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ 2-3 മിനിറ്റിനൊക്കെ അധികം എടുക്കുന്നുണ്ടല്ലോ എന്ന് പറയും ചിലപ്പോൾ, അല്ലേ? ആക്ച്വലി സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഡിവൈസ് ലൈവ് ആണോ? അല്ല. ഈ I2C ഒന്നും വർക്ക് ചെയ്യുന്നില്ല ആ സമയത്ത്. ആ സമയത്ത് എന്താണ്, ഫയർവെയർ അപ്ഡേറ്റ് ചെയ്യുന്ന മോഡിലാണുള്ളത്. DFU മോഡിലോ അല്ലേ റിക്കവറി മോഡിലോ ഒക്കെ ആണ് ആ സമയത്തുള്ളത്. ഡിവൈസ് ഓൺ ചെയ്യുന്നത് മുതലാണ് ഈ I2C എന്ന് പറയുന്ന സംഭവമൊക്കെ ആക്ടിവേറ്റ് ആവുന്നത്. അതായത് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ നിങ്ങൾക്ക് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് ചെയ്യാം, അതിനെ കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓൺ ചെയ്യുന്ന സമയത്ത് ആണ് നമ്മൾ പറയുന്നത്, ഡിവൈസ് നോർമൽ മോഡിലേക്ക് വരുന്ന സമയത്താണ് ഈ പറയുന്ന റീസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. ഇപ്പോൾ ഇവിടെ TG0B എന്ന് പറയുന്നത് ബാറ്ററി ഡാറ്റൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന കോഡാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ നമുക്ക് ഈ CPU 1 കോളർ എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഒരു 3-4 വരി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും വെച്ചിട്ട് അതൊരു എന്താ പറയുക, അതൊരു സൊല്യൂഷനാക്കി എടുത്തിട്ട് നമുക്ക് പോയി നോക്കാം. ഓക്കെ. ഇനി വേറൊരു പാനിക് കാണിച്ചു തരാം. ഇത് വേറൊരു പാനിക്കാണ്. ഇവിടെ അതേപോലെ തന്നെ ഡേറ്റ് കണ്ടില്ലേ, ഡേറ്റ്, പാനിക് സ്ട്രിങ്, CPU കോളർ, യൂസർ സ്പേസ്, വാച്ച് ഡോഗ്, ടൈം ഔട്ട് തന്നെയാണ് കാണിച്ചത് അല്ലേ. അതിനുശേഷം ഇവിടെ സെയിം സംഭവങ്ങൾ തന്നെ, അൺഹെൽത്തി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ മിസ്സിംഗ് സെൻസേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. മിസ്സിംഗ് സെൻസർ മൈക്ക് 2 അല്ലേ. മൈക്ക് 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഏതാ മോഡൽ? iPhone 11 ആണ്. iPhone 11 എന്തായിരുന്നു കോമൺ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞു? ഓൺ ഓഫ് സ്ട്രിപ്പ് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഓൺ ഓഫ് സ്ട്രിപ്പ് എവിടെയാണ് ഉള്ളത് ശരിക്കും? ആക്ച്വലി ഇത് മൈക്ക് 2 എന്ന് പറഞ്ഞാൽ മൈക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ മൈക്ക് 2 ഉള്ളത് എവിടെയാണ്? ഓൺ ഓഫ് സ്ട്രിപ്പിലാണ്. ഓക്കെ. അപ്പം എന്താണ്, സെക്കൻഡറി മൈക്കാണ്. സെക്കൻഡറി മൈക്ക് ഉള്ളത് ഓൺ ഓഫ് സ്ട്രിപ്പിലാണ്. അപ്പോൾ ഈ സ്ട്രിപ്പ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വിചാരിച്ച് ഇത് വർക്ക് ചെയ്യാതെ നിൽക്കും കേട്ടോ. ഓൺ ഓഫ് ഒക്കെ വർക്കിംഗ് ആയിരിക്കും, മൈക്കും ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ ഇത് എന്താവുന്നില്ല, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നില്ല. ഓക്കെ. അപ്പോൾ മൈക്ക് 2 എന്ന് പറയുന്നത് ഇനി കിട്ടുകയാണെങ്കിൽ അത് പവർ ബട്ടൺ ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി മൈക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് iOS 17 ശേഷം വന്നിട്ടുള്ള കുറച്ച് എറേഴ്സാണിത്. ഇപ്പം നമ്മൾ ആക്ച്വലി ആപ്പിൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, iOS 15 ശേഷം, iOS 15, 16 ശേഷം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണി തരികയാണ് നമുക്ക്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കളിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പാനിക് ഫുള്ളും പരിപാടിയൊക്കെ ചെക്കന്മാർ നോക്കാൻ തുടങ്ങി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവരെന്താക്കി, ഈ ഹിൻഡ് കൊടുക്കുന്ന പരിപാടിയില്ലേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി TG0B, മൈക്ക് 2 എന്നൊക്കെ കൊടുക്കുന്ന പരിപാടിയില്ലേ, അത് മെല്ലെ അങ്ങോട്ട് മാറ്റിച്ച്. അപ്പോൾ ഓർക്ക് ഇനി മനസ്സിലാക്കുക ചില അഡ്രസ്സ് വെച്ചിട്ടാണ്. അഡ്രസ്സ് വെച്ചാണ് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്, നമുക്ക് കുറച്ച് നോട്ട്സാണ്. അതായത് പുതിയ iOS 17-ലും 18-ലൊക്കെ വരുന്ന കുറച്ച് എന്താണ് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കംപ്ലയിൻസ് ആണ്. അതിൻ്റെ സൊല്യൂഷൻസും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഉദാഹരണം ഇപ്പം 0 × 80,000 എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് മിസ്സിംഗ് സെൻസേഴ്സ് എന്നോ അല്ലെങ്കിൽ എന്താണ് SMC പാനിക് എന്നൊക്കെ കാണിക്കും. അതിന് ശേഷം കാണിക്കുന്ന അഡ്രസ്സ് നോക്കുക, 0x എന്ന് കാണിച്ചിട്ട്
80,000 ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി എന്തായിരിക്കും, പ്രോക്സിമിറ്റി ഫ്ലക്സ് കേബിൾ കൊണ്ടായിരിക്കും. പ്രോക്സിമിറ്റി ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിസ്പ്ലേയിൽ കാണുന്ന സെൻസറില്ലേ, ഡിസ്പ്ലേമിൽ വരുന്ന സെൻസർ, ആ ഒരു സ്ട്രിപ്പ് ഇല്ലേ ചെറിയ, അതിനെ കൊണ്ടാണ് വരുന്നത്. അതേപോലെ കുറച്ച് ഡാറ്റ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ TG0B എന്നുള്ളത് ബാറ്ററിനെ കൊണ്ടാണ്. ചിലപ്പോൾ അതന്നെ TG0B ഇല്ലാതെ 0x4000 വരാം, അല്ലെ 5 lakh വരാം. ഓക്കെ, പിന്നെ മൈക്ക് 1 PRSO ഇതൊക്കെ ചാർജിങ് പോർട്ടോ ഉണ്ട്, അല്ലെ ചാർജിങ് സ്ട്രിപ്പ് കൊണ്ടാണ് വരുന്നത്. അതേപോലെ കുറച്ച് 13 സീരീസിൻ്റെ കുറച്ച് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. 4000 വന്നു കഴിഞ്ഞാൽ ബാറ്ററിനെ കൊണ്ടാണ് വരുന്നത്. അതേപോലെ 0x400 എന്ന് വരുന്നുണ്ട്. 0x400 13 സീരീസിൽ വരുന്നത് കോമൺ പാനിക്കാണ്. ഇത് വരുന്നത് സാൻഡ്വിച്ച് ബോർഡ് കൊണ്ടാണ്. അതായത് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് പോയിട്ട് സാൻഡ്വിച്ച് ബോർഡിലേക്ക് പോകരുത്. അതായത് ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി എന്തായിരിക്കണം, ആക്സസറീസ് ആയിരിക്കണം. ആക്സസറീസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പം അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് നോക്കാം, ബോട്ടം ബോർഡിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് വരുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് റീബോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റെഡി ആവും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ആരെന്താ ചോദിച്ചു? ഓൺ ഓഫ്. അപ്പം ഈ കോഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ആരുടെങ്കിലും ഇതേപോലെ കോഡ് ഉണ്ടോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. iPhone 14 സീരീസ് 13 സീരീസിലൊക്കെ വരുന്ന ലേറ്റസ്റ്റ് പാനിക്കിൽ വരുന്ന കോഡുകളാണിത്, അഡ്രസ്സുകളാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഹിൻഡ് കിട്ടുന്നില്ല, മീൻസ് അഡ്രസ്സ് വെച്ചിട്ടാണ് പ്രോബ്ലം ഫൈൻഡ് ചെയ്യുന്നത്. ഇവിടെ ഈ പറഞ്ഞ കേസിലൊക്കെ നിങ്ങൾക്ക് പാർട്സ് ഊരിട്ടിട്ട് കാര്യമില്ല, റീപ്ലേസ് ചെയ്യുന്ന വേണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ചാർജിങ് പോർട്ട് ഫ്ലക്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചാർജിങ് സ്ട്രിപ്പ് മാറ്റി നോക്കുക തന്നെ വേണം. ഓക്കെ, പ്രോക്സിമിറ്റി ഫ്ലക്സ് ആണെങ്കിൽ അത് മാറ്റി നോക്കുക തന്നെ വേണം. ഇത് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ അയച്ചിരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി സൊല്യൂഷൻസ്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ അത് അനലൈസ് ചെയ്ത് നോക്കാൻ പറ്റും. എന്തെങ്കിലും ടേം നെയിംസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതിൻ്റെ പുറമെ സൗണ്ട് കറക്റ്റ് അല്ലേ? സൗണ്ടിൽ മാറ്റമില്ലല്ലോ, ചേഞ്ചസ് ഒന്നും വന്നില്ലല്ലോ? ഓക്കെ, യെസ്. ഇതിന് നമുക്ക് നമ്മളെ കയ്യിലുള്ള സൊല്യൂഷൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇതിന് ശേഷം നമുക്ക് ചില സോഫ്റ്റ്വെയറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാനിക് ഫുള്ളിന് സൊല്യൂഷൻസ് തരുന്നുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് പാർട്ട് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് JC ഡ്രോയിങ് ആണ്. ഇത് JC ഡ്രോയിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. JC ഡ്രോയിങ്ങിനകത്ത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അതായത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ആക്ച്വലി എന്താണ്, ഇപ്പം ഇതിൽ ഒരു പാനിക് ഡിറ്റക്ട് ചെയ്ത് അവിടെ കാണിക്കുന്നത് ക്രാഷ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു പാനിക് ഡിറ്റക്ട് ചെയ്താണ്. ഡേറ്റ് ഉണ്ടല്ലേ മുകളിൽ ഇവിടെ, ഈ പാനിക്കിൽ ഒന്നുമേൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ കാണിക്കുന്നത്, അതിൻ്റെ സൊല്യൂഷൻസ് താഴെ കാണിക്കുന്നുണ്ട്. കണ്ടത് ഇവിടെ, റിലേറ്റഡ് നെറ്റ്സ്, റിപ്പയർ എക്സ്പീരിയൻസ്, ഡിറ്റക്ട് ദി റിയർ മൈക്രോഫോൺ സർക്യൂട്ട്. ഓക്കെ, അത് എന്താ പറയുന്നത്, സ്ട്രിപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ലേ, സെക്കൻഡറി മൈക്കിൻ്റെ സ്ട്രിപ്പ് കൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് പറയുന്നു. ഓക്കെ, ഇത് JC ഡ്രോയിങ്ങിൽ ക്രാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെനു ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. സ്ക്രീന് കണ്ടോ? JC ഡ്രോയിങ് അല്ലേ കാണുന്നത്? ഉദാഹരണം നമുക്ക് 13 പ്രോയിലാണ് പ്രശ്നം വന്നതെന്നുണ്ടെങ്കിൽ സ്കിമാറ്റിക്സ് തുറക്കുക ആദ്യം. സ്കിമാറ്റിക്സ് ഇതേപോലെ തുറന്നതിന് ശേഷം ഇവിടെ ക്രാഷ് എന്ന് കാണാം റൈറ്റ് സൈഡിൽ, കണ്ടോ ക്രാഷ്, ഇവിടെ ആയിട്ട് ക്രാഷ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിവൈസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ഡിവൈസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സ്ക്രീന് ട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ
ആ ഡിവൈസിൽ പാനിക് ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടല്ലേ, ആ ഇവിടെ പാനിക് കാണിക്കും. അതിൽ ടോപ്പിലുള്ള പാനിക് ആയിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതിന്മേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഈ ബോക്സ് ഉണ്ടോ, അനാലിസിസ് റിസൾട്ട്, ഉം. ഈ ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ എഴുതി കാണിച്ചു തരും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ചാർജിങ് സ്ട്രിപ്പ് മാറ്റേ, അല്ലെങ്കിൽ ഓൺ ഓഫ് സ്ട്രിപ്പ് മാറ്റേ, അല്ലെങ്കിൽ നാൻഡോ സോഫ്റ്റ്വെയറോ എന്ത് കേസാണെങ്കിലും ഇവിടെ കാണിച്ചു തരും. ഓക്കെ. ഓക്കെ ഇപ്പം നിലവിൽ ഏറ്റവും വൃത്തിക്ക് അതിൻ്റെ സപ്പോർട്ട് തരുന്ന അല്ലെങ്കിൽ അതിൽ റിസർച്ച് ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് JC ഡ്രോയിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് പറയാൻ കാരണം. ഒരുപാട് ടൂളുകളുണ്ട്, അതിൽ ഏറ്റവും വൃത്തിക്ക് ഇപ്പോൾ പോകുന്ന സാധനം JC ഡ്രോയിങ് ആണ്. എന്ന് വെച്ച് നിങ്ങൾ ഇപ്പോൾ JC ഡ്രോയിങ്ങിൽ ഇപ്പം ഓപ്ഷൻസ് പറയും, ഫസ്റ്റ് സൊല്യൂഷൻ, സെക്കൻഡ് സൊല്യൂഷൻ, തേർഡ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ചിലപ്പോൾ പറയുന്ന സൊല്യൂഷന് ഫസ്റ്റ് തന്നെ ചിലപ്പോൾ നാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, സെക്കൻഡ് ആയിരിക്കും ചിലപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് ആ ഒരു കാര്യത്തിൽ ചെറിയ മിസ്റ്റേക്ക് അവർക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പൊട്ടനാകാൻ പാടുണ്ടോ? ആക്സറീസ് നോക്കാം ഫസ്റ്റ്. ഞാൻ ആദ്യം നാൻഡ് പോയി ചെയ്ത് ഇനി ബാറ്ററി നോക്കാന്ന് പറയുമോ? ഇല്ല. നമ്മളെന്താ നോക്കുക, ഏറ്റവും എളുപ്പമുള്ള വർക്കാണ് ആദ്യം ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ SOP ലെവലിലാണ് വർക്ക് പോവുക. ഓക്കെ. Okay. ദെൻ പിന്നെ വരുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് JC ഡ്രോയിങ് ഇല്ലാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് iDevice പാനിക് അനലൈസർ എന്ന് പറഞ്ഞ സാധനം കണ്ടോ? ഫ്രീ സോഫ്റ്റ്വെയർ ആണ് iDevice പാനിക് ലോഗ് അനലൈസർ എന്ന് പറയും. കാണിച്ചാൽ ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ സാധനം കിട്ടും. എന്താ പേര് പറഞ്ഞേ? iDevice പാനിക് ലോഗ് അനലൈസർ, ഇതാണ് സാധനം കണ്ടോ? iDevice പാനിക് ലോഗ് അനലൈസർ. ഇത് ഫ്രീ ആയിട്ട് സാധനമാണ്. ഇവർ ഇതുവരെ പെയ്ഡ് ആക്കിയിട്ടില്ല. ഇവരെന്താ പെയ്ഡ് ആക്കാത്തതെന്ന് നോക്കി നിൽക്കുകയാണ് ഞാൻ. ഇവർ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഇവർ തരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ആണോ എന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇത് തുറന്നു നോക്കലില്ല. ഇപ്പോൾ JC ഡ്രോയിങ് ഉള്ളതുകൊണ്ട് അത് തുറക്കലാണ്. പിന്നെ കുറേയൊക്കെ കോമൺ കംപ്ലൈൻ്റ് ആയി, നമുക്കറിയുന്ന കേസുകൾ തന്നെയാണ് അധികം വരുന്നത്. ഓക്കെ, അതാണ് വേറൊരു സൊല്യൂഷൻ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇറ്റ്സ് കോൾഡ് panicfull.com. ദിസ് വൺ, panicfull.com. ആക്ച്വലി ഇതൊരു ചൈനീസ് വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് ചൈനീസ് ആണ്, പക്ഷേ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും UK ആ ഭാഗത്തുള്ള ആളുകളാണ്, യൂറോപ്യൻസ് ആണ്. ഓക്കെ, ഇത് കണ്ടില്ല, ലാംഗ്വേജ് ഇഡിമോന്ന് കണ്ടില്ല, അതൊരു യൂറോപ്യൻ ലാംഗ്വേജ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. അതേപോലെ രജിസ്റ്റർ പ്രോ വെർഷൻ ഉണ്ടോ? പർച്ചേസ് ചെയ്യണം. ഇത് ഞാൻ ഒരു തവണ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു റേറ്റ് എത്ര അറിയോ? USD $44, $44.9 ഒരു വർഷത്തേക്ക്. ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇവർ. ഇതിൽ പാനിക് മാത്രമല്ല കേട്ടോ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇവിടെ പാനിക് ഫുൾ ലോഗ് അനലൈസർ എന്നുണ്ടല്ലേ, ഇവിടാണ് നമ്മൾ പാനിക് നോക്കുക, പാനിക്കിൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, പാനിക്കിൻ്റെ ഫയൽ, ആ ഒരു റിപ്പോർട്ടില്ലേ, ആ റിപ്പോർട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ഇവിടെ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഫയൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ 3U ടൂൾ എന്നൊക്കെ ഫയൽ എടുക്കാൻ പറ്റും. 3U ടൂളിൽ ക്രാഷ് അനാലിസിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാനിക് ലോഗ് അനലൈസർ ഇല്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് ആ പാനിക് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, സേവ് ടു ഡെസ്ക്ടോപ്പ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഫയലാണ് ഇവിടെ ലോഡ് ചെയ്ത് കൊടുക്കുക. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അനലൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതേപോലെ ഇതിൽ മറ്റ് കുറച്ച് കാര്യങ്ങൾ, ഇതിൽ സോഫ്റ്റ്വെയർ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3U ടൂളിൽ iTunes എറേഴ്സ് ഇല്ലേ, iTunes എറേഴ്സ് ഇപ്പോൾ 2009 ആണെങ്കിൽ 2009 ഇവിടെ അടിച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയും, പ്രോ പർച്ചേസ് ചെയ്യാൻ പറയും. പർച്ചേസ് ചെയ്യണം, അതുവരെ പർച്ചേസ് ചെയ്യണം, വെറുതെ ഒന്നും തരില്ല. അതേപോലെ I2C ടേബിൾ ഉണ്ട്, അതൊന്നും എല്ലാവർക്കും ഓടൂല. പിന്നെ iBoot അനലൈസർ ഉണ്ട്. iBoot അനലൈസർ ഒന്നും അത്ര വർക്കൗട്ട് ആവാത്ത സാധനമാണ്. പിന്നെ മെമ്മറി, നിങ്ങളെ നാൻഡിൻ്റെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്താൽ എത്ര GB ആണെന്ന് പറഞ്ഞുതരും. അതേപോലെ അതിൻ്റെ കോമ്പാറ്റിബിലിറ്റി പറഞ്ഞുതരും.
ഓക്കെ. പിന്നെ വരുന്നത് ഓരോ മോഡലിൻ്റെ ഓൺ ഓഫ് സ്ട്രിപ്പ് എവിടെ വരുന്നത്, ഓൺ ഓഫിൻ്റെ ബട്ടൺ എവിടെ വരുന്നത് കാണിച്ചു തരും. അതേപോലെ IC-കൾ മോഡൽ IC കോമ്പാറ്റിബിലിറ്റി അതും പ്രോ ആണ്. അപ്പോൾ 6S-ൻ്റെ പ്രോ തന്നെ എല്ലാം പ്രോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഫ്രീ ഇല്ലേ. പാനിക് ലോഗ് അനലൈസർ ഫ്രീ ആണോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ പ്രോ കൊടുത്തില്ലല്ലോ. എൻ്റെ അടുത്താണ് പാനിക് ഫയൽ സ്റ്റോക്കില്ല, ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തു. അത് നിങ്ങളൊന്ന് ട്രൈ നോക്കാണ്ട്, panicfull.com കേട്ടോ സൈറ്റിൻ്റെ പേര്. ഓക്കെ. പിന്നെ ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത് നമ്മളെ ഡാർക്ക് ടീം ഇല്ലേ, ഡാർക്ക് ടീം അറിയാം. ഐ ഡോക്ടർ ടീമും ഡാർക്ക് ടീമും ഒക്കെ അല്ലേ, ഈജിപ്തുകാർ, മെക്സിക്കോ. ടെലഗ്രാം ബോട്ടിലാ? ഇവര് ഇതിന്റെ ബാക്കിൽ നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവരെ ഒരു ലിങ്ക് ഉണ്ട്, ഞാൻ എവിടെ നോക്കട്ടെ. അവരൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ടെലഗ്രാം ബോട്ട് ഉണ്ട്. ടെലഗ്രാം ബോട്ട് ആരോ യൂസ് ചെയ്യുന്നവരുണ്ടോ? ഐ ഡോക്ടർ എന്ന് അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ടെലഗ്രാമിൻ്റെ അകത്തൊന്ന് കയറി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ടെലഗ്രാമിൽ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്യാം, ഐ ഡോക്ടർ എന്ന് അടിച്ചു നോക്കിയേ. ഐ ഡോക്ടർ പാനിക് എന്ന് കാണാം. ആരെങ്കിലും ഒരു ആൾ അടിച്ചു നോക്കിയാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ വിട്ടാൽ മതി. പിന്നെ വേറൊരു ടീമിൻ്റെ കൂടെ ഉണ്ട്, അത് ഞാൻ അയച്ചുതരാം. വേറൊരു ലിങ്ക് ഉണ്ട്. സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. യെസ്. ഓക്കെ. ഇത് വേറൊരു ലിങ്ക് ഞാൻ അയച്ചുതരാം. അതിൽ ചാറ്റിൽ വിട്ടിക്കണം, പാനിക് ടീം ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിൽ കയറി കാണാം. യെസ്. ഞാൻ ഇപ്പം അയച്ച വെബ്സൈറ്റ് ഇതാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഏതാണ് ടീം കേട്ടോ. ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീമിൻ്റെ ആണ്. പാനിക് ലോഗ് അനലൈസർ എന്ന് പറഞ്ഞിട്ട് ഇവർ വെബ്സൈറ്റിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്താണിത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് പാനിക് ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലേതാ യൂസർ സ്പേസ് വാച്ച് ഡോഗ് ആണോ, SMC പാനിക് ആണോ, SMC I2C ആണോ, AOP പാനിക് ആണോ, ഏതാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ഇട്ടത് SMC പാനിക് ആണെങ്കിൽ അത് പാനിക്കിൻ്റെ ടൈപ്പ് ഏതാണ്, SMC പാനിക് എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അതിൽ കോഡ് സെൻസർ എറർ 1 കൊടുക്കുക. ദെൻ സെലക്ട് എറർ കോഡ്. സ്ക്രീൻ കാണില്ലേ? ഹലോ. യെസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതിലെ അഡ്രസ്സ് എത്രയാണ് കൊടുത്തതെന്നുള്ളത് നോക്കുക. ഇപ്പം 14 lakh ആണെങ്കിൽ 14 1,100,000 1,40,000 അല്ലേ. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ചാർജിങ് പോർട്ട് ആൻഡ് പവർ ബട്ടൺ ഫ്ലക്സ് അല്ലെങ്കിൽ ബാരോമീറ്റർ കൊടുത്തോണ്ടോ. ഇങ്ങനെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് എത്രത്തോളം ഇതിൻ്റെ അക്യുറസി ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് ബൈ എക്സ്പീരിയൻസ് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ആ ഒരു കേസ് വന്നിട്ട് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു എറർ വന്നു, ഇപ്പം 1,40,000 എന്ന കോഡ് കിട്ടി, അത് നിങ്ങൾ ചാർജിങ് സ്ട്രിപ്പ് മാറ്റിയപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ജെന്യൂൻ സൊല്യൂഷനായി അല്ലേ. അത് നിങ്ങൾ നല്ല രീതിയിൽ എവിടെയെങ്കിലും ബുക്കിൻ്റെ ബാക്കിൽ പാനിക് കോഡ് എന്ന് എഴുതി വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്യാം. ഇനി അടുത്ത തവണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, സൊല്യൂഷനായി, ഡയറക്റ്റ് സൊല്യൂഷനായി. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ടെലഗ്രാമിലും ഐ ഡോക്ടർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ട് കിട്ടും. ആ ബോട്ടിലും ഇതേപോലുള്ള ഓപ്ഷൻസ് ഉണ്ട്, സൊല്യൂഷൻസ് അവർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ iOS മാറുന്നതിനനുസരിച്ച് ഇതിലൊക്കെ കളി മാറും. ഓക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി 26-ൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, എന്താക്കുന്നുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാനിക് ലോഗം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിച്ചൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സ്റ്റിൽ ഇപ്പോൾ ഞാൻ അയച്ചിട്ടുള്ള ആ കോഡുകൾ ഉണ്ടല്ലോ, കോഡ് ഞാൻ ഗ്രൂപ്പിൽ അയച്ചുതരാം, നമ്മളെ പെയ്ഡ് ഗ്രൂപ്പിൻ്റെ ഓൺലൈൻ കോഴ്സിൻ്റെ ഗ്രൂപ്പിൽ അയച്ചുതരാം. അപ്പോൾ ആ കോഡുകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റും. കോമൺ ആയിട്ട് വരുന്ന സൊല്യൂഷൻസ് ആണത്. അപ്പം അത് വെച്ചിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു കേസ് അല്ലാതെ മീൻസ് അതായത് നിങ്ങൾ ആക്സസറീസ് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ആയിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക,
ഒറിജിനൽ പാർട്ട് മാറ്റി നോക്കി ഹൗസിങ്ങിലേക്ക് ഇട്ട് നോക്കി എന്നിട്ട് റെഡി ആയില്ല. മദർ ബോർഡ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഒരു കാര്യം മസ്റ്റായിട്ടും നോക്കണം, അതായത് ക്രോസ് ചെക്കിങ് ചെയ്തിട്ടുണ്ടാവണം. എന്ത്? ആക്സസറീസ് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ലെവൽ 2 റിപ്പയർ കംപ്ലീറ്റ് ആയി ഉണ്ടാവണം. ഓക്കെ, അത് കൺഫേം ചെയ്യുക. ദെൻ സെക്കൻഡ്, മദർ ബോർഡിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ലെവൽ 1 പോവുക, സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഒരുപാട് ഇതേപോലുള്ള ബഗ്, സോഫ്റ്റ്വെയർ ബഗ് കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. റീസ്റ്റാർട്ട് വരാൻ സോഫ്റ്റ്വെയർ ബഗ് കാരണമാവാറുണ്ട്. സോ സോഫ്റ്റ്വെയർ എന്ത് ചെയ്ത് നോക്കണം? ഒന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. മോസ്റ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ട് റെഡി ആവാത്ത കേസ് റീസ്റ്റോർ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഡാറ്റ ആണ് പ്രശ്നം. കസ്റ്റമേഴ്സ് ചിലപ്പോൾ എന്ത് സമ്മതിക്കില്ല, റീസ്റ്റോർ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബോർഡ് ലെവൽ റിപ്പയറിലേക്ക് പോകും. നിങ്ങൾ പവർ ഐ സി ബുക്കും CPU ബുക്കും നാൻഡ് ബുക്കും അവസാനം റിട്ടേൺ അടിക്കും. ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ ടെക്നീഷ്യൻസ്. സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് CPU ചെയ്ത എത്ര ആൾക്കാരുണ്ട്? നമ്മളടക്കം ചെയ്യുന്നുണ്ട്. അതല്ലാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുക. സോഫ്റ്റ്വെയർ ആവരുത് ഇതിൻ്റെ പ്രശ്നമൊന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാപ്പ് ചെയ്യും, CPU ചെയ്യും, നാൻഡ് ചെയ്യും, അല്ലേ? അപ്പം അതൊരു ചാലഞ്ചിങ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രൈസ് അങ്ങോട്ട് മാറണം. മനസ്സിലായോ? നിങ്ങൾ എങ്ങോട്ട് മാറും? ഡാറ്റ റിക്കവറിയിലേക്ക് സ്വിച്ച് ചെയ്യും. റിപ്പയറിങ് നോർമൽ റിപ്പയർ എന്ന് മാറിയിട്ട് ഡാറ്റ റിക്കവറി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് പോയി. സർവീസ് ചാർജ് ഒക്കെ മാറും. റീസ്റ്റാർട്ട് കംപ്ലൈൻറ്റ് നിങ്ങൾ എത്ര റുപ്യ മാക്സിമം പറയാം? വേറെ ടോപ്പിക്കല്ലേ, സർവീസ് ചാർജിനെ കുറിച്ചൊക്കെ നമുക്കൊരു ക്ലാസ് എടുക്കേണ്ടി വരും. ഡാറ്റ റിക്കവറിയിലേക്ക് സാധനം മാറും. റീസ്റ്റാർട്ട് കേസ് കസ്റ്റമർ ഡാറ്റ നിർബന്ധമാണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഫസ്റ്റ് ലെവൽ ഓഫ് വർക്ക് കഴിഞ്ഞു, നിങ്ങൾ ആക്സറീസും കാര്യങ്ങളൊക്കെ നോക്കി, ഓക്കെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരെ ചെയ്ത് നോക്കി, എന്നിട്ടും സോൾവ് ആയില്ല. ഇനി നിങ്ങൾ ഡാറ്റ റിക്കവറി ആണ് ചെയ്യുന്നത്. ഡാറ്റ റിക്കവറി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൈസ് 3x കൂടും, 3 ടൈംസ് കൂടും. ഇപ്പോൾ 2000 വാങ്ങാൻ വിചാരിച്ച സെറ്റിന് 6000 രൂപയിലേക്ക് പോകും. അവിടെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഡാറ്റ ഏത് കണ്ടീഷനിലാണോ ഫോണുള്ളത് ആ കണ്ടീഷനിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലേ? അതെ. പിന്നെ ഹാർഡ്വെയർ ആണോ എന്ന് ഒരു ഉറപ്പില്ലാണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, കാരണം നിങ്ങൾ റീസ്റ്റോർ ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ഒരു റിപ്പയറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 6000 8,000 പറയണം. അതേപോലെ ഒരു ബേസിക് ചാർജും പറയണം. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഡാറ്റ റിക്കവറി നടന്നില്ലെങ്കിൽ ആര് പൊട്ടണേ? അല്ലേ? അപ്പം നിങ്ങൾക്ക് ഒരു ബേസിക് ചാർജ് ഇവിടെ വേണം. ഒരു 3000 റുപ്പീസ് എങ്കിലും ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ചാർജ് ആയിട്ട് വാങ്ങണം. എയ്തർ ഫിക്സഡ് ഓർ നോട്ട്, റെഡി ആയാലും ഇല്ലെങ്കിലും. ഇതൊക്കെ പറയാൻ ടെക്നീഷ്യന്മാർക്ക് നടക്കൂലല്ലേ? നിങ്ങൾ അതിനൊക്കെയുള്ള ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. അതന്നെ വർക്ക് ചെയ്ത് റെഡി ആയതിന്റെ പൈസ തന്നെ തരാൻ വേണ്ടിയാണ്, റെഡി ആവാത്തിന്റെ പൈസ. ഞാൻ ചിലതൊന്നും പറയല്ല നമ്മളെ ടെക്നീഷ്യന്മാരോടെ. ഇതൊന്നും വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ള സാധനം വരുമ്പോൾ തോന്നും. പക്ഷെ നിങ്ങളെ ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയി നോക്കി. ബാംഗ്ലൂര്, കൊച്ചിയിലൊക്കെ കുറേയൊക്കെ മാറ്റമുണ്ട്. നമ്മൾ ഈ മലബാർ ഏരിയയിലാണ് പാളി. ബാംഗ്ലൂരൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ഡയഗ്നോസിങ് ചാർജ് എത്രയാണെന്ന് തന്നെ ചോദിക്കും. എല്ലാവരും ഇല്ല കേട്ടോ, ഒരുവിധ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കും എത്രയാണ് നമ്മൾ റെഡി ആക്കിയില്ലെങ്കിലും സർവീസ് ചാർജ് എത്രയാണെന്ന് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അങ്ങനത്തെ കസ്റ്റമേഴ്സിനെ കണ്ടു നിങ്ങൾ എവിടെ കാണും? നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. മലേഷ്യയിൽ ഡയഗ്നോസിങ് ചാർജ് ഓരോ ബില്ലിൻ്റെ അകത്ത് കൊടുത്തിരുന്നു. ഞാൻ വിക്കി മൂവിയിൽ പോയിരുന്നു, അവിടെ ഡയഗ്നോസിങ് ചാർജ് വാങ്ങുന്നുണ്ട്. എത്ര ഓരോ ഇതിൽ RMB വാങ്ങുന്നുണ്ട്, റിങ്കറ്റിൽ. അപ്പോൾ ഇത് ആ ഒരു ക്വാളിറ്റി ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയി, കൺസൾട്ടിങ് ഫീ ഉണ്ടോ? 500 രൂപ കൺസൾട്ടിങ് ഫീ ഇല്ലേ? പ്രോബ്ലം ഫിക്സ് ആയാലും ഇല്ലെങ്കിലും അത് കൊടുക്കണ്ടേ? കൊടുക്കണം. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് പനി മാറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പൈസ തിരിച്ചു വയ്ക്കുമോ? അന്ന് ഫ്രീ ഒക്കെ 2 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ
സംഭവം മെൻറ്റാലിറ്റിയിലാണ് ഡിഫറൻസ്. നിങ്ങളെ പ്രൊഫഷന് പബ്ലിക് വാല്യൂ തരുന്നില്ല. ഡോക്ടർ ആണെങ്കിൽ വാല്യൂ തരും. 2000 രൂപ കൺസൾട്ടിങ് ഫീൽഡിലെ ആൾക്കാരൊക്കെ അല്ലേ. രോഗം മാറിയില്ലെങ്കിൽ 30 പൈസ തിരിച്ചു തരുമോ? ഒന്നുമില്ല. അയാളെ വാല്യൂ ആണത്, അയാളെ ക്വാളിറ്റി ആണത്. നമ്മളിപ്പോഴും നമ്മളെ പെയിൻ ഇതാണ് കേട്ടോ. നമ്മളെ പെയിൻ ഇതാണ്, പക്ഷെ അത് ടെക്നീഷ്യന്മാർ മനസ്സിലാക്കിയിട്ടില്ല. അത് ഈ മാർക്കറ്റ് കുത്തി നിന്നിട്ട് ബാക്കിയുള്ള പോലെ തെറി വിളിച്ച് കുത്തിയിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടില്ല. ഇപ്പം മൈജിക്കെതിരെ സമരം ചെയ്യാൻ മറ്റേ ആരെങ്കിലും ഒന്ന് പരസ്യം ചെയ്താൽ ഓൽക്കെതിരെ സമരം ചെയ്യുക, അതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചീപ്പ് റിപ്പയറിങ്ങുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർക്കൊന്നും ഇതൊന്നും മാക്സിമം കത്തില്ല. ചവിട്ടി കൊടുക്കല്ലേ. നമ്മൾ ക്വാളിറ്റിയിലേക്ക് ഉയരാൻ വേണ്ടി ഇപ്പോൾ ഓൺലൈനിൽ ഒരാൾ സെയിൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കുക, ഓൺലൈൻ ഫോൺ വിൽക്കാൻ തുടങ്ങിയെന്നാണ് പ്രശ്നം ഉണ്ടാക്കുക. ഇവരെന്നിട്ട് ഇവർ കാലാകാലവും മറ്റേ ഈ സെറ്റപ്പ് തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഓല് തീരുമാനിച്ച് ഉറപ്പിച്ച ഇവർക്ക് എന്താ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തൂടെ? ഇന്ന് ഓൺലൈൻ ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി വിട്ടാൽ ഓൺലൈൻ ബിസിനസ് ആയില്ലേ. അത്രയും സിമ്പിളാണ്. നമ്മളെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് അല്ലെ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമ്മളവിടെ ഉണ്ടാവില്ല. നിങ്ങളൊക്കെ അങ്ങാടിയിൽ മറ്റേ പാരമ്പര്യമായിട്ടുള്ള ടെക്സ്റ്റൈൽസുകൾ ഉണ്ടാവില്ലേ? നിങ്ങളൊരു 20 കൊല്ലം മുമ്പ് ഒക്കെ നിങ്ങൾ ഡ്രസ്സ് വാങ്ങിയിരുന്ന നിങ്ങളെ ഉമ്മയും വാപ്പയൊക്കെ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് വാങ്ങി തരില്ലേ സ്കൂളിലേക്കൊക്കെ? കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുത്ത ടെക്സ്റ്റൈൽസ് എത്ര എണ്ണം ഇപ്പം നിലവിലുണ്ട്? അല്ലെങ്കിൽ ഓൽക്കിപ്പോൾ ബിസിനസ് ഉണ്ടോ? തുറന്നാടെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, ബിസിനസ് ഇറക്കുന്നുണ്ടാവില്ല. കാരണം എന്താ? അവർ ട്രെൻഡ് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്നിപ്പോൾ ഓൺലൈനാണ് പരിപാടി. ഇന്നിപ്പം മറ്റേ ജീപ്പ് കെട്ടിയിട്ട് നോട്ടീസ് ഇടുന്ന പരിപാടി ഉണ്ടോ? പാർട്ടിൻ്റെ പരിപാടിക്കൊന്നും അല്ലാതെ അതൊന്നിപ്പോൾ ഇല്ല. ഇപ്പോൾ ആൾക്കാർ സ്ക്രോൾ ചെയ്യണതിൻ്റെ ഇടക്ക് നമ്മളത് കാണണം, അത്രേ ഉള്ളൂ. അല്ലേ സവാദേ? അങ്ങനെ തന്നെ ഉള്ളൂ. യെസ്, ഞാൻ 70% ഇപ്പോൾ കൊറിയർ വർക്കാണ്. അതെ. കേട്ടോളിട്ടോ, വീഡിയോ ചെയ്യണം. ഇപ്പോൾ ഇന്നത്തെ സാധനം അതാണ്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? സെയിലുണ്ടാവും, അല്ലെങ്കിൽ പരിപാടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൺലൈനിൽ പ്രസൻസ് കൊടുക്കുക. സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ ഏത് രീതിയിലാണെങ്കിലും. നിങ്ങളടുത്ത് ഡാറ്റ ഉണ്ടാവുമല്ലോ, കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ഉണ്ടാവുമല്ലോ. കസ്റ്റമേഴ്സിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ സർവീസ് എന്താ, പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് മെസ്സേജ് അയക്കുക. ഡിസ്പ്ലേ മാറ്റാൻ ഇത്ര ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഇത്ര വാറണ്ടി, അല്ല ഓണത്തിൻ്റെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളടുത്തേ വരും. അല്ലാതെ നിങ്ങൾ നല്ല നല്ല മാന്യനാണ്, നല്ല നല്ല റിപ്പയർ ചെയ്യുന്ന ആളാണെന്നുള്ളത് പബ്ലിക് അറിഞ്ഞു വരുമ്പോഴേക്കിന് നിങ്ങൾ അത്യാവശ്യം ഏജ്ഡ് ആയി ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നമുക്ക് സർവീസിങ്ങിൽ ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക്കിന് ഇത് അവയർനെസ് കിട്ടേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആ കാര്യം നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ചെയ്യാൻ പാടില്ല. ഞാനൊക്കെ വീഡിയോ ഒന്ന് ബാക്കോട്ട് നിൽക്കുന്നതിന് അതാ കാരണം. നമുക്ക് ചെയ്യുന്ന സാധനം ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ള പേടി കൊണ്ട് ചെയ്യാത്ത. അത് നമ്മളെ ഫീൽഡിനെ നമ്മൾ നാശാക്കിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യാനേ പാടില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് സൊല്യൂഷൻ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. സൊല്യൂഷന് കൊടുക്കുന്നത് ഓക്കെ, പക്ഷേ പബ്ലിക്കിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ കൊടുത്താൽ പ്രശ്നമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാലിബ്രേറ്റഡ് ബാറ്ററി വന്നു അല്ലേ? കാലിബ്രേറ്റഡ് ബാറ്ററിൻ്റെ വില വരെ പറയാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ. ഞാനതാ പേടിച്ച് നിൽക്കുന്നത്. ആരെങ്കിലും റീല് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം അതിൻ്റെ വില പറഞ്ഞു പോകുമെന്ന് എനിക്ക് പേടി. എന്നുവെച്ചാൽ 13 Proൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് വില ഓരോ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കഥ? 6000-നും 8000-നും കഴിഞ്ഞ ആഴ്ച മാറ്റിപ്പോയ കസ്റ്റമറേക്ക് ഇത് കാണുന്നു. അയാൾ ആ ഷോപ്പിൽ പോയിട്ട് പൊങ്കാലിടും. 100% ഒറിജിനൽ ബാറ്ററി ഇന്ന ആൾ വിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഇത് എങ്ങനെ എന്നോട് ഇത്രയും പൈസ വാങ്ങാന്ന് ചോദിക്കും. അതിന് ഇതൊക്കെയാണ് പ്രശ്നം. കാലിബ്രേഷൻ ബാറ്ററി 100% ഒറിജിനൽ ആണോ? 100% ഒറിജിനൽ അല്ല, പക്ഷെ ഇവർ പറയുന്നതിൽ ഒറിജിനലും കാര്യമൊക്കെ ഉണ്ട്. പറയുന്നതിൽ ഇത് 100% ഒറിജിനൽ ബാറ്ററിയാണ്, അല്ലെങ്കിൽ അത് കാണിക്കൂല എന്ന് പറയുന്നുണ്ടല്ലോ. കാലിബ്രേറ്റഡ് ബാറ്ററി ആക്ച്വലി സെല്ലാണ്. സെല്ലും ഒറിജിനൽ BMS ആണ്. ഓക്കെ, ഇപ്പൊ ലോക്കൽ ബാറ്ററി ഇട്ടാലും ഹെൽത്ത് കാണിക്കുന്നുണ്ട്, അൺനോൺ പാർട്ടാണ്, എറർ മെസ്സേജാ വരുന്നത്. അപ്പം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിൽ ആ രീതിയിലുള്ള കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ ഫീൽഡിനെ നാശാക്കി, ഫീൽഡിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും. അതേപോലെ ഒരാളെ കയ്യിൽ ഫോൺ കൊടുത്ത് പോകുന്നത് ഡാമേജ് ആക്കി. ഒരു ടെക്നീഷ്യൻ, അറിയാത്ത ടെക്നീഷ്യൻ ഡിസ്പ്ലേ അയച്ചപ്പം ഡിസ്പ്ലേ പൊട്ടി അല്ലേ?
അയാൾ അവിടെ നല്ല കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഓൺ ഡിസ്പ്ലേ വാങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ഉണ്ടായി. എന്ത്? ഈ കസ്റ്റമർ ഈ ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കി. ഇതിൽ ക്വാളിറ്റി ഇല്ലാത്ത ടെക്നീഷ്യന്മാരുണ്ടാവും, ഇവരെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ഡാമേജ് വരും, എന്നിട്ട് ഇവർ കളിപ്പിക്കും, ഇതൊക്കെ മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത മൊബൈൽ റിപ്പയറിങ് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഫുൾ ടെൻഷൻ ആയിരിക്കും, ഇയാൾ ഡബിൾ റഫ് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന കസ്റ്റമർ റോങ് ആണുള്ള കാരണം. ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ കോഴ്സ് വരെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വേണേൽ പറയാം. എനിക്ക് വർക്ക് ചെയ്ത് സുഖമായിട്ട് വൃത്തിക്ക് പോകുന്ന ആളാണ്. നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടീച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഓൾറെഡി എനിക്ക് ബിസിനസ്സും നല്ല രീതിയിൽ അടിപൊളി വർക്കും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെൻറ്ററിങ് ലെവലിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് മാറിയത്. പിന്നെ വേറെ ആരും പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് ആരും കൊടുക്കാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ വിചാരിച്ച് ഇറങ്ങി തിരിച്ച. ഓക്കെ, അപ്പം വേറെ എന്താ ഡൗട്ട് ഉണ്ടോ പാനിക്കുമായിട്ട് ബന്ധപ്പെട്ട്? ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, പെട്ടെന്ന് വീട്ടിൽ പോവാം. എല്ലാവരും ഷോപ്പിലാണോ? ഞാൻ ഷോപ്പില്ല. പണിക്ക് കയറാത്തവരൊക്കെ എന്താ തീരുമാനമായോ? നിയാസ്, ഷാജഹാൻ, തീരുമാനമാക്കണം. ഹാഷിം കയറിയില്ലെന്ന്, സ്റ്റീഫൻ. പിന്നെ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും കൂടി ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഓൺലൈൻ ക്ലാസ്, പെയ്ഡ് ക്ലാസ് എങ്ങനെയാണ് പോകുന്നതെന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചതാണ്. നമ്മൾ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 5-8 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വേണേൽ ജോയിൻ ചെയ്യാം. സ്റ്റിൽ നമുക്ക് ഈ ഒരു ബാച്ചിൽ നമ്മൾ ഫീയും കാര്യം കൂട്ടുന്നില്ല. അടുത്ത ബാച്ച് മുതൽ പക്ക 25,000 ആയിരിക്കും ഫീ ഉണ്ടാവുക. കുറച്ചും കൂടി ഇതിൽ നിന്ന് വരുന്ന കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ നികത്തിയിട്ടായിരിക്കും അടുത്ത ബാച്ച് സെറ്റ് ചെയ്യുക. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഒഴിവ് പോലെ. എന്താ വെച്ചാൽ ക്ലാസ് ഈ സമയത്ത് നമ്മൾ റെഡിയായി നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടാണ്. ഒരു സമയത്തിന് തന്നെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ആക്കണം. എന്താ പറയുക, അതിന് ഒരുങ്ങി നിൽക്കണം. ലൈറ്റിങ്ങും മൈക്കും സെറ്റപ്പും ഇൻ്റർനെറ്റും നമ്മളെ ഫോണ് ഫ്ലൈറ്റ് മോഡാക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. 2 മണിക്കൂറാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് പല രീതിയിൽ എപ്പോഴും എൻക്വയറി, ഈ ചാറ്റ് മെസ്സേജും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. ഞാൻ തന്നെ ഇപ്പോൾ 200ഓളം കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ത്രൂ. അപ്പം എല്ലാവർക്കും നമ്മളെപ്പോഴും കോൺടാക്ട് ചെയ്യേണ്ടി വരില്ല, കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഉള്ളത്. ഒരുവിധ ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് സൊല്യൂഷൻ എപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടി വരില്ല. ആ രീതിയിലാണ് ക്ലാസ്സിൻ്റെ സെറ്റപ്പ്. അപ്പം എന്നാലും പറഞ്ഞ മാതിരി നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും, കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരുണ്ടാവും, പറഞ്ഞത് തലയിൽ കയറാത്ത ആൾക്കാരുണ്ടാവും. അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ നല്ല സ്മാർട്ടായിട്ടുള്ള ആളും അവരെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് അതിനുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ സ്റ്റുഡൻസ് തന്നെ ചിലപ്പോൾ റിപ്ലൈ ചെയ്യും. അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ റിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സെപ്പറേറ്റ് ഓൺലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ മാത്രം വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ്, ഇതാണ് ഫസ്റ്റ് ബാച്ച്. അപ്പം ഇതിലുള്ള ആളുകളെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈഫ് ടൈം രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടത്തുന്ന പരിപാടികൾ, ഇവൻറ്റുകൾ, അതിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലും, ഈ ബാച്ച് കഴിഞ്ഞാലും നമുക്ക് മന്ത്ലി 1-2 ക്ലാസ് മന്ത്ലി ഉണ്ടാവും. പിന്നെ 100K കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഓൾറെഡി ആക്സസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ വീക്ക്ലി ഒരു ക്ലാസ് എന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഇനി ഒരു ക്ലാസ് വീക്കിലി പറ്റിയില്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ക്ലാസ് എന്തായാലും ഉണ്ടാവും. അത് ലേറ്റസ്റ്റ് നമ്മൾ ഇപ്പം നമ്മൾ ബേസിക് സെറ്റിങ്സിലാണ് ഒരുപാടുള്ളത്. മിക്കവാറും ഒരു 5-8 മാസത്തോളം ഈ പറഞ്ഞ ബേസിക് സെറ്റിങ്സിന് തന്നെ എടുക്കും. പിന്നെ അതിലുള്ളൊരു പ്രശ്നം, നമുക്ക് അതിൽ റെക്കോർഡിങ്സ് കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, ചെറിയ രീതിയിലൊരു സബ്സ്ക്രിപ്ഷൻ മോഡലാക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റെക്കോർഡിങ്സും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. മീൻസ് വെബ്സൈറ്റിന് വരുന്ന ചാർജും കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളെ മാസ്റ്റർ കോഴ്സിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട്. മാസ്റ്റർ കോഴ്സ് പറഞ്ഞാൽ ഈ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് മാസ്റ്റർ കോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഫീൽഡിലേക്ക് ട്രെയിനറായിട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ. ഇപ്പം നിയാസൊക്കെ ടീച്ചറാകാൻ പോവുകയാണ്. അങ്ങനത്തെ ആളുകൾക്കുള്ള കുറച്ച് ഡീപ്പ് ലെവൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ കോഴ്സ് തന്നെയാണത്.
അതിൽ കുറച്ചും കൂടെ നമ്മൾ ക്ലാസ് എടുക്കാൻ കുറേ അറിവ് വേണം നമുക്ക് അല്ലേ. അതുപോലെ ക്ലാസ്സിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ളൊരു ട്രെയിനിങ് തന്നെ, എന്താ പറയുക, ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു പ്രീമിയം കാറ്റഗറി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇൻഷാല്ലാ അത് തുടങ്ങണം എന്നുള്ള പ്ലാൻ ഉണ്ട്. ഇതുവരെ ആരും അറ്റംപ്റ്റ് നടത്താത്ത കാര്യമാണ്. അതിലേക്ക് നമുക്ക് കുറേ അറിവ് ഇനിയും കിട്ടാനുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു സ്റ്റഡി കാര്യങ്ങളിലൊക്കെ ആണുള്ളത്. ഓക്കെ. ഓക്കെ. ആക്ച്വലി നമ്മളിപ്പം ഈ 100K കമ്മ്യൂണിറ്റി ആക്ച്വലി ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ശരിക്ക് മന്ത്ലി 5,000 വകുപ്പ് അവിടെ ഉണ്ട്. ശരിക്കും ഒരു 4 ക്ലാസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇത് പബ്ലിക്കിന് അറിയില്ല. ഇന്നിപ്പോൾ ഞാൻ അവിടെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് എത്ര പേര് ജോയിൻ ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് കയറിയ ആളുകൾക്കേ മനസ്സിലാവുള്ളൂ, നമ്മുടെ ക്ലാസ്സിലുള്ള ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. അതേപോലെ ആ ഗ്രൂപ്പ് നമ്മൾ 100 പേരിൽ ചുരുക്കും. ഓൾറെഡി ഇപ്പോൾ 130ഓളം ആൾക്കാരുണ്ട്. അതിൽ 100 പേരോ അതിൽ താഴെയോ ആൾക്കാരിലേക്ക് ആക്കും. അതായത് തീരെ ആക്റ്റീവ് അല്ലാത്ത ആളുകൾ, അതിലുള്ള ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ, അതേപോലെ വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, അവരതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഗ്രൂപ്പ് ഫിൽട്ടർ ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ആ ഗ്രൂപ്പിന് കറക്റ്റ് ഒരു ലക്ഷ്യമുണ്ട്. 1 lakh സാലറിയിലേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളൊരു പ്ലാനാണ് അതിലുള്ളത്. അത് പക്ക വർക്കൗട്ട് ചെയ്യിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളെ ഈ ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 3 month കോഴ്സിന് വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ ഓഫ്ലൈൻ കോഴ്സിൻ്റെ വാല്യൂ ആണ്. അതായത് 60,000 ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളതിൽ 4/1 ഇപ്പോൾ നിങ്ങൾ പേ ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത്രയും വാല്യൂ ഉള്ള സാധനമാണ്. എന്നെ സംബന്ധിച്ചത് ഓൺലൈൻ കോഴ്സ് ഞാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ എനിക്കൊരു സപ്പോർട്ട് വേണ്ടേ. ഇപ്പം ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ ക്വസ്റ്റ്യൻ മാർക്കിലാണ്, എങ്ങനെയാ ഞാനവിടെ വരാണ്ട് എനിക്ക് ഇങ്ങനെ ഓൺലൈൻ കോഴ്സ് കൂടി പഠിക്കാൻ പറ്റുകയെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാരും വിളിച്ചു, നിങ്ങൾ എങ്ങനെ അത് കൊടുക്കാൻ പോകണമെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കൊല്ലമായിട്ട് ഇതിൻ്റെ ട്രയൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞൊരു കോഴ്സ് റൺ ചെയ്തിരുന്നു ഒരു 5-8 മാസം മുമ്പ്. അതിലുള്ള ആരുണ്ട് അതിൽ? നിയാസ് ഉണ്ടായിരുന്നോ? നിയാസൊക്കെ ഉള്ള നമ്മൾ അതിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-15 സെഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള പ്ലാനിലാണ് ഈ ഒരു അഡ്വാൻസ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ ബാച്ചിലുള്ള എല്ലാവർക്കും ഞാൻ ഈ ഓഫർ തരാം. മീൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടൈം തരും. ആ ടൈമിൽ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ നമ്മളെ ഓഫ്ലൈൻ സെഷനിൽ വന്നിട്ട് ഒരു 2 ദിവസം സ്റ്റേ ചെയ്ത് പോകാം. 2 ദിവസം നിങ്ങൾക്ക് ഓഫ്ലൈൻ ട്രെയിനിങ് ഫ്രീ ആയിട്ട് തരും. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ദിവസം മാറ്റി വെക്കും. എൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ മാറ്റി വെച്ചിട്ടാണ് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുക. അതിലേക്ക് ഞാൻ തരുന്നുണ്ട്. കോംപ്ലിക്കേഷൻ ഉള്ള ആളുകൾക്ക് വരാം. ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ കോഴ്സ് പേഴ്സണൽ ട്രെയിനിങ് സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ്. അപ്പം അടുത്ത നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് മിക്കവാറും പുതിയ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും. നമുക്കൊരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പിലേക്ക് മാറുകയാണ്. അതേപോലെ കേരളത്തിൽ ഉള്ള അപ്ഡേഷൻ കോഴ്സുകളിൽ ഏറ്റവും പ്രീമിയം സെറ്റപ്പിലുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. പ്രീമിയം സെറ്റപ്പ് വെറുതെ സാധനങ്ങൾ കാണിച്ച് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടല്ല, അത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടല്ലോ, ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ആ ഒരു സെറ്റപ്പ്. അതായത് ഒരുപാട് നമ്മുടെ കോഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മളെ ക്വാളിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു iPhone 15 Pro വന്നു, ഡെഡായിട്ട് വന്ന കപ്പാസിറ്റർ തട്ടിയതാണ്, ഞാൻ 20,000 രൂപ ചാർജ് ചെയ്തു. അത്ര വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ? ഇപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടോ? ആ കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. കാരണം 1.5 ലക്ഷം റുപ്യേൻ്റെ ഡിവൈസ് നിങ്ങൾ അയച്ച് റിപ്പയർ ചെയ്തില്ലേ, എന്നിട്ട് നിങ്ങൾ 4,000 രൂപ 5,000 രൂപ വാങ്ങിയാൽ മതിയോ? ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഡിസ്പ്ലേ താഴെ വീണ് പോയാലോ, എത്ര കൊടുക്കണം? അതാണ് ഡിഫറൻസ്. അവിടെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, കസ്റ്റമറോട് സംസാരിക്കുന്നിടത്ത്
വിഷയമുണ്ട്. നിങ്ങൾക്ക് ഫണ്ട് പാസ്സാവണമെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട്. അത് സെറ്റാക്കി കൊണ്ടുവരണമെങ്കിൽ ആ ഒരു സെറ്റപ്പിലുള്ള ക്ലാസ്സാണ് ഉണ്ടാവുക. അത് നിങ്ങളെ എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ വരെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് ഉണ്ടാവുക. അതുപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാർക്കറ്റ് ലീഡ് ചെയ്യുന്ന, അതായത് എന്താ പറയുക, ഹൈ എൻഡ് മെഷീനറീസ് ആയിരിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ മെഷീനറീസ്, ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സ്, എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പം മീൻസ് ഒരു എന്താ പറയുക, പ്രീമിയം ഐഫോൺ അപ്ഡേഷൻ കോഴ്സ്. അതാണ് അടുത്ത ബാച്ച് വരുന്നത്, ഓഫ്ലൈൻ ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ കെയർ ഓഫിലുള്ള ആൾക്കാരൊക്കെ വിടുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കും വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കും വേണമെങ്കിൽ കോഴ്സൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അതിനിപ്പം മാസ്റ്റർ കോഴ്സ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്കൊക്കെ ആ സമയത്ത് നോക്കിയാൽ മതി. ആക്ച്വലി ഒരാളെ ഐഫോൺ ടെക്നീഷ്യൻ ആക്കാൻ ശരിക്കും 10 ദിവസം മതി. അയാൾക്ക് ഹാൻഡ് സ്കിൽ ഉണ്ടെങ്കിൽ. മനസ്സിലല്ലേ? ഹാൻഡ് സ്കിൽ ഉണ്ടാവണം, അതേപോലെ ബ്രെയിൻ ഉണ്ടാവണം, മെമ്മറി ഉണ്ടാവണം. പറയാൻ കാരണം എന്താ അറിയോ, പറഞ്ഞ കാര്യങ്ങൾ തലയിൽ നിൽക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലാസ്സിൽ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഹാൻഡ് സ്കിൽ സെറ്റ് ആവാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഐഫോണിൻ്റെ അപ്ഡേഷൻ കോഴ്സ് എടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അത് വെറുതെ കൊണ്ടുപോയിട്ട് പൈസ വേസ്റ്റ് ആക്കരുത്. നിങ്ങളിപ്പോൾ 10-20 ദിവസം കൊണ്ട് ഐഫോൺ അപ്ഡേറ്റ് ആയിട്ട് നാളെ മുതൽ സാലറിയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, പോയിട്ട് അപ്ഡേഷൻ കോഴ്സ് എടുക്കരുത്. ആദ്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. അറ്റ്ലീസ്റ്റ് ഒരു 50% കോൺഫിഡൻസ് വേണം. തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒരു 50% കോൺഫിഡൻസ്, പിന്നെ മെമ്മറി പവർ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വായിച്ചു, നിങ്ങളൊരു ബുക്ക് വായിച്ചു നോക്കുക. ഈ ബുക്ക് വായിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ബുക്കിലെ കഥ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കുക. സെൽഫ് ടെസ്റ്റിംഗ്. ഓക്കെ, ഇനി ചില കഥ നിങ്ങൾക്ക് തലയിൽ നിൽക്കും, ചില കഥ തലയിൽ നിൽക്കൂല. മനസ്സിലായോ? അതായത് ചില സിലബസ്, ചില സബ്ജക്റ്റ് പഠിക്കാൻ മടിയുള്ള ആൾക്കാരില്ലേ, കണക്കിൽ മാർക്കില്ലാത്ത ആളുണ്ട്, മലയാളത്തിൽ മാർക്ക് ഉണ്ടാവും. അതേപോലെ ഇലക്ട്രോണിക്സ് അങ്ങനത്തെ ഒരു സാധനമാണ്. ഈ ടെക്നിക്കൽ ടേമുകൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റൂല എന്നല്ല പറയുന്നത്, ഇവർ പഠിച്ച് കയറി വരണമെങ്കിൽ നല്ല ടൈം എടുക്കും, നല്ല ഡിലേ ഉണ്ടാവും. പിന്നെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് നിർബന്ധമാണ്. കാരണം നിങ്ങൾ 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ ഇനി അതിൻ്റെ മുകളിലേക്കല്ലേ പോണ്. 17 Pro Max ഒക്കെ എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തിൻ്റെ മുകളിലുണ്ട് തോന്നുന്നു അല്ലേ, 1 TB ഒക്കെ 1 TB 2 TB ഒക്കെ വരില്ലേ. അപ്പോൾ നിങ്ങൾ 2 ലക്ഷം റുപ്യേൻ്റെ മുകളിലുള്ളൊരു ഡിവൈസ് കസ്റ്റമർക്ക് ഭാര്യൻ്റെയിലും വില ഉണ്ടാവും ഫോണിന്. മനസ്സിലായോ? ഭാര്യ പോയാൽ പൊട്ടൻ ചരിക്കും. ഫോണിന് എന്താ സംഭവിച്ചാൽ നിങ്ങളെ നിർത്തി പൊരിക്കാവും. ഉള്ള കാര്യമല്ലേ? അപ്പോൾ യെസ്, അപ്പോൾ അത്രയും സ്കില്ല് വേണം, അത്രയും ഹെവി സാധനം, അത്രയും പ്രീമിയം ഡിവൈസ് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അതിനുള്ള സർവീസ് ചാർജ് വാങ്ങണം, അതിനുള്ള സ്കില്ല് വേണം, പ്രാക്ടീസ് വേണം. അപ്പോൾ എല്ലാവർക്കും ഇത് പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു 90% ആൾക്കാർക്ക് പോസിബിൾ ആണ്. അപ്പം ആ രീതിയിൽ സെറ്റാക്കാൻ നോക്കുക. നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മളെ കരിയർ എന്ന് പറയുന്നത് 20-ആം വയസ്സിൽ കരിയർ തുടങ്ങിയ ആൾക്കാരാണ് 20 വർഷം ശരിക്കും കരിയർ ഉള്ളൂ. പ്രൊഫഷണൽ കരിയറിൻ്റെ അതിൻ്റെ പീക്കിൽ പോകാൻ പറ്റുന്നത് ഈ 20 വർഷമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. നിങ്ങൾ ഏത് ലെവൽ വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അത് ചെയ്യാം. ചില ആളുകൾ വലിച്ചു നീട്ടിയ 25 വർഷം വരെ പോയിരിക്കും. ശരിക്കും പോരുതെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്, കരിയറും എന്താണ് ആഫ്റ്റർ കരിയറും, അതായത് നമ്മളെ ബിസിനസ് കാര്യങ്ങൾ, ഇൻകം എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അത് നിർബന്ധമാണ്. അത് ഇന്നിപ്പം അതിൻ്റെ ആവശ്യകത കൂടിക്കൂടി വരികയാണ്. നിങ്ങൾ 45 വയസ്സായിട്ട് നിങ്ങൾ ഷോപ്പ് കുത്തിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി നിങ്ങളെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഹാപ്പിയിലൊന്നും ആയിക്കില്ല മുന്നോട്ട് പോവുക. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ സ്കില്ലും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക, നല്ല സാലറി വാങ്ങിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് സെറ്റായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷൻ നോക്കാം. ബൈ.
ഓക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. നമ്മൾ നിങ്ങളെ അഭ്യർത്ഥന പ്രകാരം ശനിയാഴ്ച രാവിലെ വെച്ചിട്ടുണ്ട് ക്ലാസ്. ശനിയും ഞായറും ഞായറാഴ്ച ആയിരിക്കും കേട്ടോ ക്ലാസ്. ഒന്ന് രണ്ടാൾ മോർണിംഗ് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇനി വീക്കിലി 2 ക്ലാസ് നൈറ്റും 2 ക്ലാസ് മോർണിംഗും ആയിരിക്കും. ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാ ബൈ.